ഈ ഗൂഗിളിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ കാണാത്ത എല്ലാ അസുഖങ്ങളും, നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ കാണാത്ത അസുഖങ്ങൾ വരെ അകത്ത്. അപ്പോൾ ആദ്യം വരുന്നത് എനിക്ക് ക്യാൻസർ ആയിരിക്കും. അപ്പോൾ പിന്നെ അവൻ അതിനെക്കുറിച്ച് റിലേറ്റ് ചെയ്യാൻ തുടങ്ങും. എൻ്റെ സിംറ്റംസ് എല്ലാം ക്യാൻസറിൻ്റെയാണ്. അപ്പോൾ അവൻ അതിനെക്കുറിച്ച് വറിയടിച്ച് ഇങ്ങനെ നടക്കും. പല ആശുപത്രികളും കയറി ബ്രെയിൻ ഡെഡ് ആണെങ്കിലും രക്ഷപ്പെടുമോ, നമ്മൾ ഗുരുവായൂർ അമ്പലത്തിൽ വഴിപാട് നടത്തിയാൽ രക്ഷപ്പെടുമോ, അല്ലെങ്കിൽ പള്ളിയിൽ മെഴുകുതിരി കത്തിച്ചാൽ രക്ഷപ്പെടുമോ, അതുകൊണ്ട് അങ്ങനെ തുടരാം, ചികിത്സ തുടരാം. എന്നിട്ട് പിന്നെ അവസാനം നമ്മുടെ ആൾക്കാരുടെ ഇതൊന്നും ചിന്താഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽക്കഹോൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ ബോധം പോകണം, ഫിറ്റാവണം. അപ്പോൾ അങ്ങനത്തെ ഒരു ആൾക്കാരുടെ ഇടയിൽ നമ്മൾ ഇത് കിട്ടാം. ഈ ഭക്ഷണം കഴിക്കുമ്പോൾ കൂടെ വെള്ളം കുടിക്കണോ, അത് മുമ്പ് കുടിക്കണോ, കൂടെ കുടിക്കണോ, ഭക്ഷണം കഴിഞ്ഞിട്ട് കുടി, ഏതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം? ഭക്ഷണത്തിൻ്റെ കൂടെ വെള്ളം കുടിക്കരുത് എന്നുള്ളതാണ്. ഒരു കവിൾ ചോറിട്ടു, പിന്നെ ഇച്ചിരി വെള്ളം കുടിച്ചു, ഇങ്ങനെ ചെയ്യുമ്പോഴാണ് കൂടുതൽ വയറ്റിൽ ഒരു... ഞാനൊക്കെ ഒരു സോഷ്യൽ ഡ്രിങ്കർ എന്ന് പറയാം. ഇടയ്ക്ക് 1-2 വൈനൊക്കെ കഴിക്കുന്ന ഒരു വ്യക്തിയാണ്. ആൾക്കാർക്കോട് പറയാൻ പറ്റുമോ നമുക്ക് ഇത്ര കോൾ കഴിക്കാമെന്നൊക്കെ? ഇന്ന് എൻ്റെ കൂടെയുള്ളത് കേരളത്തിലല്ല ഇന്ത്യയിലെ തന്നെ പ്രമുഖരായ 2 വ്യക്തികളാണ്. ഒന്ന് ഡോക്ടർ എച്ച് രമേശ്, കേരളത്തിലെ ആദ്യത്തെ ഉദരരോഗ ശസ്ത്രക്രിയ വിദഗ്ധൻ ഡോക്ടർ എച്ച് രമേശ്. അടുത്തത് ഡോക്ടർ റോയ് ജെ മുക്കട, അദ്ദേഹവും ഇന്ത്യയിൽ തന്നെ പ്രമുഖനായ ഒരു ഗ്യാസ്ട്രോ എൻഡോസ്കോപ്പിസ്റ്റാണ്. ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാം നമുക്ക്. 2 സുന്ദരന്മാരും അവരുടെ രഹസ്യം ആദ്യം പറയുന്നതായിരിക്കും. ഡോക്ടർ HR എന്നാണ് ഞങ്ങൾ ഇദ്ദേഹത്തെ വിളിക്കുക, ബോസ് HR. HR, എന്താണ് നിങ്ങളുടെ സൗന്ദര്യത്തിന് അല്ല ഫിറ്റ്നസിൻ്റെ രഹസ്യം? എല്ലാവർക്കും അവരവരുടെ രീതിയുണ്ട്. ഞാൻ ഒരു ക്രീച്ചർ ഓഫ് ഹാബിറ്റാണ്. ഞാൻ ഒരേ സമയത്ത് എഴുന്നേക്കും, ഒരേ സമയത്ത് കിടക്കും. എല്ലാ ദിവസവും ഒരേ രീതിയിൽ ഞാൻ എൻ്റെ രാവിലത്തെ എക്സസൈസും എൻ്റെ ഭക്ഷണ രീതിയിലൊന്നും വലിയ മാറ്റം വരാറില്ല. എന്നിട്ട് വർക്ക് മാത്രമേ ഉള്ളൂ, എക്സ്റ്റെൻഡ് ചെയ്ത് പോകും. കൂടുതൽ സമയത്തേക്ക് ജോലിയിലെ തിരക്ക് ഉണ്ടാവാം, അല്ലെങ്കിൽ പെട്ടെന്ന് തീരാം. പക്ഷേ ബാക്കി എല്ലാ പരിപാടികളും ഏകദേശം സ്റ്റാൻഡേർഡാണ്. ഞാൻ അതിൽ വലിയ മാറ്റം വരുത്താറില്ല. അതാണ് എൻ്റെ... എത്ര മണിക്കാണ് നിങ്ങളുടെ ഒരു ദിവസം തുടങ്ങുന്നത്? എൻ്റെ ദിവസം തുടങ്ങുന്നത് 3:30-ക്കാണ് രാവിലെ, അത് അവസാനിക്കുന്നത് 11 മണിക്കും. ഓക്കെ, കണ്ടോ, അതാണ് ജീവിതത്തിലെ വലിയൊരു ഡിസിപ്ലിനറിയനാണ് ഡോക്ടർ HR. അടുത്ത ഡോക്ടർ റോയ് മുക്കട, എന്താണ് നിങ്ങളുടെ ഫിറ്റ്നസിൻ്റെ രഹസ്യം? ഏകദേശം ഇതുപോലെ തന്നെയാണ്. ഞാനൊരു സ്റ്റാൻഡേർഡ് പാറ്റേൺ ആണ് യൂസ് ചെയ്യുന്നത്. അതായത് രാവിലെ 4:30 അല്ലെങ്കിൽ 5 മണിയാകുമ്പോൾ എഴുന്നേൽക്കുക, 1 മണിക്കൂർ സമയം പ്രാർത്ഥിക്കുക, പിന്നെ 1 മണിക്കൂർ സമയം ജിം ചെയ്യുക, പിന്നെ യൂഷ്വൽ കിടക്കുന്നത് ഐ ട്രൈ ടു ബി ഏർലി. ഒരു 10 മണിയാകുമ്പോഴെങ്കിലും ഞാൻ കിടന്നിരിക്കണമെന്നുള്ളതാണ് എൻ്റെ ഒരു... അപ്പം 10 മണിയാകുമ്പോൾ കിടക്കണമെന്ന് ആഗ്രഹിച്ചാലേ 10:30 ആകുമ്പം സാധിക്കത്തുള്ളൂ. പക്ഷേ അതിനിടയ്ക്ക് വർക്കും വാട്ട് എവർ ഇറ്റ് ഈസ്, ഞാൻ കുറച്ചുകൂടെ ഫാമിലി ഓറിയൻറ്റഡ് ആവാൻ ഒരു മനുഷ്യനാണ്. അപ്പോൾ കൂടുതൽ സമയം കൊച്ചുമക്കളും ഒക്കെ ആയിട്ട് സ്പെൻഡ് ചെയ്യാനായിട്ട് ഐ വിൽ ട്രൈ. അത് പറഞ്ഞു കേട്ടോ, 6 കുട്ടികളുടെ മുത്തശ്ശനാണോ ഇരിക്കുന്നത്? കണ്ടാ പറയില്ലെങ്കിലും പുള്ളി ലേക്ക് ഷോറിൻ്റെ ഗ്യാസ്ട്രോ ഹെഡാണ്, ഗ്യാസ്ട്രോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഡയറക്ടറും എൻഡോസ്കോപ്പി ഡയറക്ടറും കൂടിയാണ്. നമുക്കറിയാം ഒരു ഡോക്ടറിൻ്റെ ഇതിൽ ലോട്ട് ഓഫ് എക്സൈറ്റിംഗ് മൊമെൻറ്റ്സ് ഉണ്ടായിരിക്കും, കുറേ ഡിപ്രസിങ് മൊമെൻറ്റ്സും ഉണ്ടായിരിക്കും. പക്ഷേ ഓവറോൾ നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ത്രൂ ഔട്ട് നമ്മുടെ കരിയറിൽ കാണുന്നത്. നിങ്ങൾക്ക് ഏറ്റവും സാറ്റിസ്ഫൈയിങ് മൊമെൻറ്റ് തോന്നിയിട്ടുള്ള 2-3 സന്ദർഭങ്ങൾ വിവരിക്കാമോ ഡോക്ടർ രമേശ്? ആദ്യം അത് പറയാൻ ബുദ്ധിമുട്ടാണ്. എപ്പോഴും നമ്മുടെ മനസ്സിൽ പെടുന്നത് ഈ അൺഫർഗറ്റബിൾ മൊമെൻറ്റ്സ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഫർഗറ്റബിൾ മൊമെൻറ്റ്സ് ആയിരിക്കും. എന്ന് വെച്ചാൽ നമ്മൾ എത്ര അധ്വാനിച്ചിട്ടും ചിലപ്പോൾ നമുക്ക് കിട്ടേണ്ട ഒരു റിസൾട്ട് കിട്ടാതെ പോകുന്ന, അതാണ് നമ്മുടെ ശരീരത്തിലും മനസ്സിലും എപ്പോഴും അതിൻ്റെ മുറിവ് കാണുന്നത്. അപ്പോൾ ആസ് എ സർജൻ ഓൾസോ എനിക്ക് മനസ്സിലായത് ഈ ഔട്ട്കംസിൽ നിന്ന് നമ്മൾ കുറച്ച് ഡിറ്റാച്ച് ചെയ്താൽ മാത്രമേ അധ്വാനിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഒരു പേഷ്യൻ്റ് നന്നായിട്ട് രക്ഷപ്പെടുമ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് നമ്മൾ എടുക്കാൻ പാടില്ല. അടുത്ത പേഷ്യൻറ്റിൻ്റെ അവസ്ഥ എന്തായിരിക്കും നമുക്ക് പറയാൻ പറ്റില്ല. നമ്മുടെ കയ്യിലുള്ളത് അധ്വാനമാണ്, ശ്രദ്ധയാണ്. അതൊന്ന് നോക്കിയാൽ മതി. കൂടുതൽ ഈ മൊമെൻറ്റ്സിന് ഞാൻ വളർത്തി കൊണ്ടുവന്നിട്ടില്ല, അത് എൻ്റെ ഡയറിയിൽ എഴുതിയിട്ടില്ല. ഒരു പ്രൊഫഷണൽ ഡിറ്റാച്ച്മെൻറ്റ് ഹൈ ഡിഗ്രി ഓഫ് ഇൻവോൾവ്മെൻറ്റ് വേണം. പക്ഷേ അതേസമയത്ത് ഔട്ട്കംസിൽ നിന്ന് മാത്രം ഡിറ്റാച്ച്മെൻറ്റ് വേണം. ഇത് മെഡിസിൻ മാത്രമല്ല, എല്ലാ രംഗത്തിലും അത് തന്നെയാണ് വേണ്ടത്. പക്ഷേ ഇതിൽ വളരെയധികം വേണം. ഒരു ഓപ്പറേഷൻ ചെയ്ത് ഒരു പേഷ്യൻറ്റിന് ഒരു നെഗറ്റീവ് റിസൾട്ട് വന്നാൽ അതേ ഓപ്പറേഷൻ പിറ്റേ ദിവസം നിങ്ങൾക്ക് ചെയ്യാനുള്ള
ഒരു ധൈര്യമുണ്ടോ എന്നുള്ളതാണ് ആദ്യം നമ്മൾ ചോദിക്കേണ്ടത്, നമ്മൾ ഏത് രംഗത്തിലേക്ക് പോയാലും. അപ്പോൾ അത് ഇല്ലെങ്കിൽ നമുക്ക് ആ രംഗത്തിലേക്ക് പോകാൻ അധികാരമില്ല. അപ്പോൾ ആ രീതിയിൽ പണ്ടേ എനിക്ക് അതിൻ്റെ തോന്നിയിട്ടുള്ളത് ഇവൻറ്റ്സ് ഇമ്പോർട്ടൻ്റ് അല്ല, പ്രോസസ്സാണ് ഇമ്പോർട്ടൻറ്റ്. നന്നായിട്ട് അധ്വാനിക്കുക, ഒരു ഫിലോസഫി നിങ്ങളുടെ, അതാണ് എന്നെ ഇതുവരെ കൊണ്ട് നടന്നിരിക്കുന്നത്. ഓക്കെ, ഡോക്ടർ റോയിയുടെ ഇതിൽ ഓർത്തെടുക്കാവുന്ന ചില നല്ല മുഹൂർത്തങ്ങളെല്ലാം നല്ല മുഹൂർത്തങ്ങൾ ഒരുപാടുണ്ട്. ഒരു സാറ്റിസ്ഫൈങ് മൊമെൻറ്റ്സ്. ഈ കഴിഞ്ഞ ആഴ്ച ഒരു രോഗി എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഡോക്ടർ, ഞാൻ ഓരോ സമയം ഭക്ഷണം കഴിക്കുമ്പോഴും ഡോക്ടറെ ഓർക്കും. അങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ആ രോഗിക്ക് ഇതുപോലെ ഈ അക്കലേസിയ എന്ന് പറഞ്ഞ പ്രോബ്ലം ഒരുപാട് വർഷമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് എൻഡോസ്കോപ്പി കൂടെ ഒരു പോയം എന്ന് പറഞ്ഞ ട്രീറ്റ്മെൻറ്റ് ചെയ്തു. സോ ഷീ വാസ്, അത് കഴിഞ്ഞിട്ട് പ്രോബ്ലം ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഷീ ഈസ് ഓൺ ഫോളോ അപ്പ് ഫോർ ലോങ്. അതേപോലെ തന്നെ വേറൊരു പേഷ്യൻ്റ് കഴിഞ്ഞ ദിവസം, അത് ഈ പേഷ്യൻ്റ് പറഞ്ഞത്, ഞാൻ ഓരോ പ്രാവശ്യം ഭക്ഷണം കഴിക്കുമ്പോഴും ഡോക്ടർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ പേഷ്യൻറ്റിന് വേറൊരു പ്രോബ്ലമായിരുന്നു. അതായത് പുള്ളിക്കാരത്തേക്ക് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഹസ്ബൻഡുമായിട്ട് കുറച്ച് പ്രോബ്ലംസ് ഉണ്ടായി. ഷീ ട്രൈ ടു കമ്മിറ്റ് സൂയിസൈഡ്. അങ്ങനെ ആസിഡ് കുടിച്ചു, അന്നനാളം ചുരുങ്ങിപ്പോയി. സോ ആ പേഷ്യൻറ്റ് വളരെ ബുദ്ധിമുട്ടി രക്ഷപ്പെട്ട്, പക്ഷേ ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല. അങ്ങനെയാണ് നമ്മുടെ അടുത്ത് വരുന്നത്. ഇപ്പോൾ ഷീ ഈസ് ഓൾമോസ്റ്റ് നൗ 10 years നമ്മുടെ ഫോളോ അപ്പിലാണ് ഈ പേഷ്യൻറ്റ്. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഓരോ ട്രീറ്റ്മെൻറ്റൊക്കെ എൻഡോസ്കോപ്പി കൂടെ ചെയ്യും. ആ പേഷ്യൻ്റ് പറഞ്ഞു, ഓരോ പ്രാവശ്യം ഞാൻ ഭക്ഷണം കഴിക്കുമ്പോൾ ഡോക്ടർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതൊരു സാറ്റിസ്ഫൈങ്, ഐ മീൻ, എനിക്ക് ഒരു വളരെ സന്തോഷം തോന്നി മനസ്സിൽ. അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ ലൈഫ് ഫിലോസഫി എന്താണ്? ലൈഫ് ഫിലോസഫി, ഞാനൊരു പ്രയർ ഓറിയൻറ്റഡ് മാനാണ്. ഐ ബിലീവ് ഇൻ ബൈബിൾ. സോ ഞാൻ അങ്ങനെ ഒരു മാക്സിമം ഐ ട്രൈ ടു ബി ലൈക്ക് ദാറ്റ്. അങ്ങനെയാണ് ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ, അതുകൊണ്ടാണ് 1.5 മണിക്കൂർ ഞാൻ പ്രാർത്ഥിച്ചാണ് തുടങ്ങുന്നത്. രാവിലെ ഹോസ്പിറ്റലിൽ വരുമ്പോഴും ഓരോ പ്രൊസീജിയേഴ്സ് ചെയ്യുമ്പോഴും നമ്മളെന്നും ഈ കോംപ്ലിക്കേഷൻസ് കാണാൻ പറ്റും. അതുകൊണ്ട് എപ്പോഴും ആ ഒരു ഹെൽപ്പ് ഫ്രം ദൈവത്തിൻ്റെ സഹായം ചോദിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത് തന്നെ. ഡോക്ടർ രമേശിൻ്റെ ദൈവമായുള്ള കണക്ഷൻ എങ്ങനെയാണ്? വളരെ പ്രൈവറ്റാണ്. ഞാൻ എൻ്റെ രാവിലത്തെ പ്രാർത്ഥന രീതിയോ അതിൻ്റെ കോംപ്ലക്സിറ്റിയെക്കുറിച്ച് ഞാൻ ഒരുപാട് ആരോടും സംസാരിക്കാറില്ല. പക്ഷേ നമുക്കെല്ലാവർക്കും നമ്മുടെ ബാഗേജ്, നമ്മുടെ ശരീരത്തിൻ്റെ മനസ്സിൻ്റെ ബാഗേജ് എവിടെയെങ്കിലും ഷെൽഫിലെടുത്ത് വെച്ചില്ലെങ്കിൽ നമുക്ക് പ്രവർത്തിക്കാൻ പറ്റില്ല. അപ്പോൾ നിരീശ്വരവാദി ആണെങ്കിൽ പോലും അവർക്ക് ഏതെങ്കിലും ഒരു സംഭവത്തിൻ്റെ സപ്പോർട്ട് വേണം, സൂര്യഭഗവാനോ അല്ലെങ്കിൽ ആരാണെങ്കിലും പ്രകൃതിയോ. അപ്പോൾ ഞാനൊരു ഹിന്ദു ധർമ്മത്തിലാണ് ജനിച്ചത്. അപ്പോൾ അത് ഫോളോ ചെയ്യും. പക്ഷെ ഞാൻ ബൈബിളും ഖുറാനും എല്ലാം ഹാദിസ് വരെ ഫുള്ളായിട്ട് വായിച്ചിട്ടുണ്ട്. എല്ലാത്തിൻ്റെയും ഗുണദോഷങ്ങളും എല്ലാം ഞാൻ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ എല്ലാം കൂടെ കൂട്ടിക്കുഴച്ച ഒരു വ്യക്തിയാണ്. പക്ഷേ ബാഗേജ് എനിക്ക് എടുത്ത് വേറെ ഭാഗത്തേക്ക് വെച്ചിട്ട് അധ്വാനം മാത്രം മുമ്പിൽ വെക്കുക, ശ്രദ്ധ വെക്കുക, ബാക്കി ദൈവത്തിന് വിട്ടുകൊടുക്കും. നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ വായിക്കുന്ന വ്യക്തി. എനിക്കറിയാം ഇദ്ദേഹത്തിന് മെഡിസിൻ മാത്രമല്ല എല്ലാ ബുക്കുകളും കുറിച്ച് നല്ല ഗ്രാഹ്യമാണ്. എന്താണ് നിങ്ങളുടെ ആക്ച്വൽ ഹോബികൾ? നിങ്ങളുടെ എങ്ങനെ ടൈം പാസുകൾ, ഹോബികൾ എന്തൊക്കെയാണ് നിങ്ങളുടെ? ഹോബി എന്ന് പറയാൻ പറ്റില്ല. ഞാൻ റീഡിങ്, റൈറ്റിംഗ്, ഞാൻ കമ്പ്യൂട്ടർ സയൻസ്, ഞാനൊരു MCA പാസ്സായി. പിന്നെ ഇപ്പോൾ ഡേറ്റാ സയൻസിൻ്റെ ഒരു ഡിപ്ലോമ പാസ്സായി. ഇപ്പോൾ സംസ്കൃതം പഠിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ എൻ്റെ അടുത്ത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു, വന്നും പോയിക്കൊണ്ടിരിക്കും. പക്ഷേ എനിക്ക് ഒന്നിനും സമയമില്ല. അതാണ് എൻ്റെ ഏറ്റവും വലിയ മനസ്സ് ചെറുപ്പം. നിങ്ങൾ എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലും പഠിച്ചുകൊണ്ടിരിക്കണം എന്ന് പറയും. അപ്പോൾ നിങ്ങൾ അതിൻ്റെ ഒരു എക്സാമ്പിളാണ്. ഇങ്ങനെ എപ്പോഴും ഒരു ശ്രമമേ ഉള്ളൂ. എല്ലാം ഇൻട്രസ്റ്റിംഗ് ആണ്. ഒന്നും അങ്ങനെ ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരു സംഭവം എനിക്ക് തോന്നണില്ല. അപ്പോൾ പിന്നെ എല്ലാ സംഭവങ്ങളിലും നമ്മൾ ഇൻവോൾവ് ആയി പോകുന്നു. അതാണ് എൻ്റെ കുഴപ്പം. ഡോക്ടർ റോയിയുടെ ഹോബികൾ എന്തൊക്കെയാണ്? അടുത്ത് ഞാനൊരു ഫോട്ടോ കണ്ടു ഫേസ്ബുക്കിൽ. 13,000 അടി ഹൈറ്റിൽ നിന്ന് ഫ്ലൈറ്റിനെടുത്ത് ചാടുന്നു ഡോക്ടർ റോയ്. എന്തൊക്കെയാണ് നിങ്ങളുടെ ഹോബീസും എന്തൊക്കെയാണ് നിങ്ങളുടെ? അത് ആക്ച്വലി നമ്മൾ കുറച്ചൊരു അഡ്രിനലിൻ കൂട്ടുന്ന ചില പരിപാടികളൊക്കെ ചെയ്യാറുണ്ട്. അതുകൊണ്ട് ഇത് ശരിക്കും ഞാൻ സൗത്ത് ആഫ്രിക്കയിൽ ഒരു 10 വർഷം മുമ്പ് സൗത്ത് ആഫ്രിക്കയിൽ ടൂറ് പോയപ്പോൾ ഒരു സ്ഥലത്ത് അവിടെ ഇരിക്കുന്ന വേൾഡ്സ് ഹയസ്റ്റ് ബ്രിഡ്ജ് ബഞ്ചി ജമ്പിങ് എന്ന് പറഞ്ഞാൽ ബ്രിഡ്ജിൻ്റെ മുകളിൽ നിന്ന് നേരെ താഴെ നോക്കുമ്പം വലിയൊരു ഗർത്തമാണ്. അതൊരു പുഴയാണ്, 2 സൈഡിലും മലയാണ്, ഫോറസ്റ്റാണ്. ഞാനവിടെ ചെന്നപ്പോൾ എനിക്കൊരു തോന്നില്ല, ഇതൊന്ന് ചാടിയാലോ. ഫാമിലി ഉണ്ട്, അവരെന്ത് ചെയ്താൽ സമ്മതിക്കത്തില്ല ചാടാൻ. ഞാൻ നോക്കിയപ്പോൾ അവിടെ ഒരു മനുഷ്യൻ്റെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. ഈസ് 86 years, അമേരിക്കൻ സിറ്റിസൺ. പുള്ളിയാണ് ഏറ്റവും പ്രായം കൂടിയ വ്യക്തി അവിടെ ചാടിയിരിക്കുന്നത്.
പിന്നെ ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പഠിച്ചപ്പോഴത്തേക്കിനും ഒരു കാര്യം അവർ പറഞ്ഞു, ഞങ്ങൾ ഇത് ഉപയോഗിക്കുന്ന ഒരു റോപ്പാണ്, അതായത് ഒരു ലാറ്റക്സിൻ്റെ റോപ്പാണ്. ഞാൻ ചോദിച്ചു, ഈ ലാറ്റക്സ് എവിടെ നിന്ന് നിങ്ങൾ? ഇത് ഞങ്ങൾ കാഞ്ഞിരപ്പള്ളി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് ഇന്ത്യയിൽ, അവിടുന്ന്. ഞാൻ വൈഫിനോട് പറഞ്ഞു, ഞാൻ എന്തായാലും ചാടിയിട്ടുള്ളൂ. അങ്ങനെയാണ് ആദ്യത്തെ ബ്രിഡ്ജ് ബഞ്ചി ചാടിയത്. ദാറ്റ് വാസ് ഭയങ്കര ഒരു അഡ്രിനലിൻ റഷായിരുന്നു, റിയൽ അഡ്രിനലിൻ റഷ്. പിന്നെ അത് കഴിഞ്ഞ് പല സ്ഥലത്തും പല കാര്യങ്ങളും ചെയ്തു. അങ്ങനെ അവസാനം കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പ് ഒരു സ്കൈ ഡൈവിങ്, അത് പക്ഷേ അത്ര ഹൈറ്റില്ല, 13,000 ഫീറ്റ് മീറ്റർ ഇതിൻ്റെ മുകളിൽ നിന്നാണ് നമ്മൾ ഫ്ലൈറ്റിൽ ചാടുന്നതാണ്. പക്ഷേ അതൊരു ഫ്രീ ജമ്പ് ഇസ് ഓൺലി ഫോർ 20 seconds അത്രേ ഉള്ളൂ. പിന്നെ ദെയിൽ ഓപ്പൺ അപ്പ് എ പാരച്യൂട്ട്. ബട്ട് ഇറ്റ് വാസ് എ വെരി നൈസ് എക്സ്പീരിയൻസ്. നമ്മൾ ഗ്യാസ്ട്രോൻട്രോളജിസ്റ്റിൻ്റെ മെയിൻ നമുക്കൊരു ശരീരത്തിൻ്റെ പല ഭാഗങ്ങളുണ്ടല്ലോ, എന്താണ് ഈ ഗട്ട് ഗ്യാസ്ട്രോഇന്റെസ്റ്റിനൽ ട്രാക്ട്, നമ്മൾ ചികിത്സിക്കുന്ന ഓർഗൻസ് എന്തൊക്കെയാണ് ഡോക്ടറോ എന്ന് വിവരിക്കുകയാണ്? ഗ്യാസ്ട്രോൻട്രോളജിയിൽ നമ്മൾ മെയിനായിട്ട് ഈ വാ മുതൽ മലദ്വാരം വരെയുള്ള ഒരു എൻറ്റയർ ഈ ഈസോഫാഗസ്, സ്റ്റൊമക്ക്, ദഹനപ്രക്രിയയെല്ലാം, അതുപോലെ തന്നെ വൻകുടൽ, ചെറുകുടൽ, ഇതെല്ലാം വരും. അതോടൊപ്പം തന്നെ പാൻക്രിയാസ്, ലിവർ, ഇതെല്ലാം വരും. ബാക്കി ഹാർട്ട്, കാർഡിയോളജിമാരി ഒരു ഓർഗൻ അല്ലെങ്കിൽ അങ്ങനെയല്ല, നമ്മൾ ഒരുപാട് ഓർഗൻസ് ഇതിനകത്ത് ഇൻവോൾവ് ആണ്. അതുപോലെ കൂടുതൽ കോംപ്ലിക്കേറ്റഡുമാണ് ഈ ട്രീറ്റ്മെൻറ്റ്. മെയിൻലി ഒരു എൻഡോസ്കോപ്പിസ്റ്റ് കൂടെയാണല്ലോ. അപ്പോൾ എന്തൊക്കെ ടൈപ്പ് എൻഡോസ്കോപ്പികളാണ് നമുക്ക് സാധാരണ ഉപയോഗിക്കുന്ന ഹോസ്പിറ്റലുകളിൽ ഉപയോഗിക്കുന്നത്? സാധാരണ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഡയഗ്നോസ്റ്റിക്, അതായത് എന്തെങ്കിലും അസുഖം, അതായത് ഒരു വയറുവേദനയായിട്ട് ഒരാൾ വന്നു കഴിഞ്ഞാൽ അയാൾക്ക് അൾസറുണ്ടോ, അല്ലെങ്കിൽ ഈ നെഞ്ചരിച്ചിലായിട്ട് ഒരാൾ വന്നു കഴിഞ്ഞാൽ അയാൾക്ക് എന്തെങ്കിലും ആസിഡ് പ്രോബ്ലം, ഒരു റിഫ്ലെക്സ് ഡിസീസ് എന്ന് പറയും, ഗേർഡ്, അതൊക്കെ ഉണ്ടോ, അതുപോലെ ഈ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ഉണ്ട്, ഹെലിക്കോബാക്ടർ പൈലോറി എന്ന് പറയുന്ന ബാക്ടീരിയ ഉണ്ട് ഈ ക്യാൻസറും അൾസറും ഉണ്ടാക്കുന്നത്, അതുണ്ടോ, അല്ലെങ്കിൽ ഈവൻ ഏർലി ഡിറ്റക്ഷൻ ഓഫ് ക്യാൻസർ. നേരത്തെ ഈ പല ആൾക്കാർക്കും ചെറിയ അൾസർ പോലെ വന്നിട്ട് അതാണ് പിന്നീട് ക്യാൻസർ ആകുന്നത്, ഈ ബാക്ടീരിയയുടെ പ്രസൻസ് ഉള്ളപ്പോൾ. അപ്പോൾ അതൊക്കെ ഡിറ്റക്റ്റ് ചെയ്യാനും അത് ട്രീറ്റ് ചെയ്യാനും ഏർലി ഡിറ്റക്ഷൻ ആണെങ്കിൽ നല്ല റിസൾട്ടാണ്. അതാണ് ഒരു എൻഡോസ്കോപ്പി സാധാരണ ചെയ്യുന്നത്. പിന്നൊന്ന് കൊളോണോസ്കോപ്പി എന്ന് പറയും, അതായത് വൻകുടൽ നോക്കുക. ഈ വൻകുടലിൻ്റെ പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു സാധാരണ നമ്മൾ ശ്രദ്ധിക്കാത്ത പോകുന്ന അതിൻ്റെ സിംറ്റംസ്. വളരെ ചുരുക്കം ആൾക്കാരേ ഉള്ളൂ മലത്തിൽ കൂടെ രക്തം പോണു, അല്ലെങ്കിൽ ഈ റീസെൻ്റ് ഓൺസെറ്റ് ഓഫ് ഈ അടുത്ത കാലത്തായിട്ട് വയറ്റിൽ നിന്ന് പോകുന്നതിൽ വളരെ വ്യത്യാസം. അത് എസ്പെഷ്യലി ഒരു 40 വയസ്സ് മുകളിലുള്ള 45 വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്ക് ഇങ്ങനെ ഒരു സിംറ്റംസ് വരുമ്പം നമ്മളതൊന്ന് ചിന്തിക്കും, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാകുന്നത്? പുള്ളിക്ക് വെയിറ്റ് കുറയുന്നുണ്ടോ, അല്ലെങ്കിൽ പുള്ളിയുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും ക്യാൻസർ ഉണ്ടായിരുന്നോ, എസ്പെഷ്യലി വൻകുടലിൻ്റെ ക്യാൻസർ ഉണ്ടായിരുന്നോ, അങ്ങനെയുള്ളവരൊക്കെ നമ്മളൊന്ന് സ്ക്രീൻ ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് ഈ കൊളോണോസ്കോപ്പി എന്ന് പറയുന്ന ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ കൊളോണോസ്കോപ്പിയിൽ നമ്മൾക്ക് ചെറിയ പോളിപ്പ് മുതൽ, അതായത് ഇതാണ് പിന്നീട് ക്യാൻസർ ആകുന്നത്, ലാർജ് ഇൻറ്റസ്റ്റൈനൽ ട്യൂമർ വരെ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇന്ത്യയിൽ കമ്പൽസറി ആണോ 50 വയസ്സ് കഴിഞ്ഞാൽ? ഇല്ല, അങ്ങനെയില്ല, ഇന്ത്യയിലില്ല. പക്ഷേ വെളി രാജ്യങ്ങളിലെല്ലാം 45 വയസ്സ് കഴിഞ്ഞാൽ ഒന്ന് ചെയ്ത് പിന്നെ അത് ഒരു 10 വർഷം കഴിഞ്ഞാൽ അടുത്ത് റിപ്പീറ്റ് ചെയ്യുക, അങ്ങനെയാണ് അവർ. പക്ഷെ നമുക്കതിന് സാധിക്കില്ല, ബിക്കോസ് നമ്മുടെ ഫിനാൻസ് പ്രോബ്ലം, അതൊക്കെ പല കാരണങ്ങളും കൊണ്ടുണ്ട്. അപ്പം നമുക്കിത് ഏർലി ഡിറ്റക്ഷൻ, ഈ ചെറിയ പോളിപ്പ് കണ്ടു കഴിഞ്ഞാൽ ഇതെല്ലാം നമുക്ക് എൻഡോസ്കോപ്പി കൂടെ റിമൂവ് ചെയ്യാവുന്നതാണ്. അപ്പം അതാണ് ഒരു മെയിൻ റീസൺ നമ്മൾ കൊളോണോസ്കോപ്പി ചെയ്യുന്നത്. വേറെ എന്തെല്ലാം എൻഡോസ്കോപ്പി? വേറെ നമ്മൾ ഈ ചെറുകുടൽ നോക്കാൻ വേണ്ടിയിട്ടുള്ള എൻട്രോസ്കോപ്പി എന്ന് പറഞ്ഞുള്ള ടെസ്റ്റ് ഇതുണ്ട്. അതുപോലെ ഈ ബൈൽ ഡക്റ്റ്, അതിനകത്ത് സ്റ്റോൺസ് വരുമ്പം നമ്മൾ എൻഡോസ്കോപ്പിക്കൂടെ പോയിട്ട് അതിനകത്തുനിന്ന് സ്റ്റോൺസ് എടുക്കുക. ERCP എന്ന് പറയുന്ന ടെസ്റ്റ്. അൾട്രാസൗണ്ട് കടത്താൻ പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ പാൻക്രിയാസിലോ അല്ലെങ്കിൽ ബൈൽ ഡക്റ്റിലോ ഇതുപോലെ അസുഖങ്ങൾ നമ്മൾ സംശയിക്കുന്നുണ്ടെങ്കിൽ, ചിലപ്പോൾ നമ്മൾക്കത് വളരെ ഏർലി ആയിട്ട് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ എൻഡോസ്കോപ്പിക് അൾട്രാസൗണ്ട് എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ഉണ്ട്. ആ ടെസ്റ്റ് വഴി നമുക്കത് കണ്ടുപിടിക്കാം. അതുപോലെ ബയോപ്സി എടുക്കുക, അതുപോലെ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക, ഇതൊക്കെ ഈ എൻഡോസ്കോപ്പിക് അൾട്രാസൗണ്ട് വഴി ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഡോക്ടർ രമേഷിലേക്ക് വരാം. പുള്ളി പ്രമുഖനായ ഒരു ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ സർജനാണെന്ന് പറഞ്ഞു. ഈ നിങ്ങളുടെ സ്കോപ്പ് എന്തൊക്കെയാണ്? എന്തൊക്കെ ഓർഗൻസിലാണ് നിങ്ങൾക്ക് സർജറി ചെയ്യുന്നത്? നിങ്ങൾ പറഞ്ഞു ജനറൽ സർജറി എന്ന് ചെറിയ കാര്യമായ വ്യത്യാസം. തൊണ്ട തൊട്ട് മലദ്വാരം വരെ എല്ലാ ഭാഗങ്ങളും, അതിൻ്റെ പുറമെ പാൻക്രിയാസും ലിവറും പ്ലീഹായും എല്ലാ ഭാഗത്തും
നമുക്ക് സർജറിയുടെ ആവശ്യം വരുന്നു. ഇപ്പോൾ 55% ക്യാൻസറിനാണ് ചികിത്സകൾ നടക്കുന്നത്. ഈ 45% ക്യാൻസർ അല്ലാത്ത രോഗങ്ങൾക്ക്. ഇപ്പോൾ റോയ് പറഞ്ഞ പോലെ ഇപ്പോൾ ബ്ലീഡിംഗ് ഒക്കെ എൻഡോസ്കോപ്പി കൊണ്ട് നിർത്താം. പക്ഷേ ബ്ലീഡിങ്ങിൻ്റെ കാരണം എന്താണ്, അതിൻ്റെ അടിസ്ഥാനപരമായ കാരണം ചിലപ്പോൾ ഓപ്പറേഷൻ കൊണ്ട് മാത്രമേ കൈകാര്യം ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ 2 ട്രീറ്റ്മെൻറ്റുകളും കൈകോർത്ത് ചെയ്താൽ മാത്രമേ പേഷ്യൻ്റ് രക്ഷപ്പെടുകയുള്ളൂ. ചില സമയത്ത് ഞാൻ പോയി തിയേറ്ററിൽ പോയിട്ട് എൻഡോസ്കോപ്പി ചെയ്ത് കൊടുക്കാറുണ്ട് ഇവർക്ക്. ഇപ്പോൾ ഞാൻ എപ്പോഴും പറയാൻ ആഗ്രഹിക്കുന്ന, ഒരു വ്യക്തിയെ കൊണ്ട് ഒരു ചികിത്സയും നമുക്ക് വിജയിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ പലരും കൈകോർത്ത് ചികിത്സിക്കണം എന്നാണ് ഞാൻ. നിങ്ങളിപ്പോൾ പാങ്ക്രിയാസിനെ കുറിച്ച് പറഞ്ഞു. ഈ പാങ്ക്രിയാസ് എന്ന് പറഞ്ഞ രസഗ്രന്ഥിയാണ്. എന്താണ് ഈ പാങ്ക്രിയാസിൻ്റെ വരുന്ന അസുഖങ്ങൾ എന്തൊക്കെയാണ്? എന്തൊക്കെ സർജറികളാണ് പാങ്ക്രിയാസിന് നിങ്ങൾ ചെയ്യുന്നത്? ഈ പാങ്ക്രിയാസിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്നാന്ന് വെച്ചാൽ അതിനകത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ലിക്വിഡ്, അത് ഭക്ഷണത്തിനെ ദഹിപ്പിക്കാനുള്ള ഒരു പ്രധാന ഒരു ലിക്വിഡാണ്. അത് അടുത്ത് കിടക്കുന്ന ദശകളെയും വേണമെങ്കിൽ അത് ദ്രവിപ്പിച്ച് കളയും. അടുത്ത് കിടക്കുന്ന രക്തനാളികളുണ്ടെങ്കിൽ അതിനെ ദ്രവിപ്പിച്ചാൽ പിന്നെ ബ്ലീഡിങ് വന്നിട്ട് പേഷ്യൻറ്റ് മരിക്കാം. അപ്പോൾ ഇത് മദ്യപിച്ച് വരാം. പക്ഷേ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മദ്യപിക്കാതെ തന്നെ അക്യൂട്ട് പാങ്ക്രിയാറ്റൈറ്റിസ് എന്ന് പറയും. ജന്മന പിത്തനാളി കല്ല് വരുന്നതുകൊണ്ടോ അല്ലെങ്കിൽ ജന്മന ജനറ്റിക് ഇഷ്യൂസ് കൊണ്ട് നമുക്ക് പാങ്ക്രിയാറ്റൈറ്റിസ് വന്നാൽ ഒന്നിലെ അക്യൂട്ടായിരിക്കാം അല്ലെങ്കിൽ ക്രോണിക് ആയിരിക്കാം. രണ്ടിനും പല സന്ദർഭങ്ങളിൽ ഓപ്പറേഷൻ്റെ ആവശ്യം വരുന്നുണ്ട്. ഇതൊക്കെ ലൈഫ് ത്രെറ്റനിങ് കണ്ടീഷൻസാണ്, അപകടപരമായ കണ്ടീഷൻസാണ്. അപ്പോൾ അവിടെ വളരെ അധികം ഇൻറ്റൻസീവ് കെയറും അതോടൊപ്പം കെയർഫുൾ സർജറിയും ചെയ്താൽ മാത്രമേ പേഷ്യൻ്റ് രക്ഷപ്പെടാൻ സാധ്യതയുള്ളൂ. പിന്നെ ക്യാൻസർ വന്നു കഴിഞ്ഞാൽ പിന്നെ അതിന് പ്രധാന ചികിത്സ ഓപ്പറേഷനാണ്. അപ്പോൾ ഓപ്പറേഷനിൽ ക്യാൻസറിൻ്റെ മൊത്തം തൂത്തുവാരാൻ പറ്റിയാൽ മാത്രമേ അതിന് ഒരു നിലച്ച് നിൽക്കുകയുള്ളൂ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ നമ്മൾ പാങ്ക്രിയാസ് എന്നുള്ള ഓർഗനെ കുറിച്ച് കേട്ടു. ഇനി നമുക്ക് അടുത്ത വലിയൊരു ദഹന പ്രക്രിയക്കേണ്ട ഓർഗനാണ് ലിവർ. ഡോക്ടർ രമേശ്, ലിവറിൽ വരുന്ന സർജറി ചെയ്യാവുന്ന കണ്ടീഷനുകൾ എന്തൊക്കെയാണ്? പിന്നെ ലിവർ ട്രാൻസ്പ്ലാന്റേഷനെ കുറിച്ചിട്ടൊന്ന് വിവരിക്കാം എന്താണെന്ന്. ഈ ലിവറിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം 40ഓളം അതിൻ്റെ ജോലികൾ അത് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഹാർട്ടോ ലങ്സോ അതൊക്കെ പ്രധാനപ്പെട്ട 1-2 ജോലികളേ ഉള്ളൂ. ഇത് 40 ഡിഫറെൻറ്റ് ഫങ്ഷൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ അത്രയും കോംപ്ലക്സിറ്റി കൂടുന്നു. അപ്പോൾ അതിന് വളരെ നിസ്സാരമായിട്ട് മരുന്ന് കൊണ്ട് അതിന് ചികിത്സിക്കാൻ പറ്റുന്നില്ല. അതിൻ്റെ അസുഖങ്ങൾ വളരെ വ്യാപകമാണ്. അപ്പോൾ അതിൽ ഇപ്പോൾ ഒരു സിസ്റ്റ് വന്നാലോ, അതിനകത്ത് ഇൻഫെക്ഷൻ വന്നാലോ, അല്ലെങ്കിൽ കല്ലുകൾ വന്നാലോ, അല്ലെങ്കിൽ ട്യൂമറുകൾ വന്നാൽ എല്ലാ അവസ്ഥയിലും അതിൻ്റെ ചികിത്സ ആവശ്യം വരുന്നു. അതിന് ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ ലിവർ മാറ്റിയാലേ കാര്യം നടക്കുള്ളൂ എന്നുള്ള അവസ്ഥയിലാണ് ലിവർ മാറ്റ ശസ്ത്രക്രിയ വന്നു തുടങ്ങിയത്. പണ്ടൊക്കെ മസ്തിഷ്ക മരണം സംഭവിച്ചാൽ അവരുടെ ലിവർ ഓർഗൻസ് എടുത്തിട്ട് മാത്രം നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഇന്ത്യ ലിവിങ് റിലേറ്റഡ് ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറഞ്ഞ് ഒരു ജീവിച്ചിരിക്കുന്ന ഒരു ഡോണറിൻ്റെ പകുതി ലിവർ എടുത്ത് അത് ഒരു റിസിപ്പൻറ്റിന് കൊടുക്കാവുന്ന ഒരു ഓപ്പറേഷൻ്റെ ഇന്ത്യ ഒരു തലസ്ഥാനമാണ്. അപ്പോൾ ഇന്ത്യയിലെ ഞങ്ങളുടെ സെൻറ്റർ ഉൾപ്പെടെ ഒരുപാട് സെൻറ്ററുകളിൽ ഇത് വളരെ വിജയകരമായി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഒരുപാട് പേർക്ക് പുനർജീവൻ കിട്ടുന്നുണ്ട്. പക്ഷേ എന്നാലും നമ്മുടെ റിക്വയർമെൻറ്റ്, നമ്മുടെ ആവശ്യം, ഇന്ത്യയിലും കേരളത്തിലും ലിവർ ഫെയിലിയറായ രോഗികൾ ഇങ്ങനെ കഷ്ടപ്പെട്ട് ജീവിക്കുന്നവർക്ക് ഇനിയും ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ വേണം, ഇനിയും ഓർഗൻസ് വേണം. റോഡ് ട്രാഫിക് ആക്സിഡൻറ്റ്സ് വന്നാൽ അവരുടെ ഓർഗൻസ് എടുക്കാൻ പറ്റണം, അത് വേസ്റ്റ് ആവാൻ പാടില്ല. കേരളത്തിലെ ഈ ഡിസീസ് ഡോണർ, അതായത് വേറെ ആളിൽ ലൈവ് ഡോണർ നടക്കുന്നുണ്ട്, മറ്റേ ഡോണർ വളരെ കുറഞ്ഞു പോയിട്ടുണ്ട്. അത് നമുക്ക് റിവൈവ്, എന്താണ് അതിൻ്റെ കാരണം? അത് എങ്ങനെ റിവൈവ് ചെയ്യാത്? പൊതുവേ ജനങ്ങൾക്കൊരു ആശങ്ക ഉണ്ടാക്കി വെച്ചു. അതിൽ ശരിക്കും അതിൻ്റെ പ്രോസസ്സ് വളരെ പെർഫെക്റ്റ് ആയിരിക്കില്ല എന്ന്. ഇത് സർക്കാരാണ് ഇതിൻ്റെ മേൽനോട്ടം കൊടുക്കുന്നത്, അതിൽ യാതൊരു കുഴപ്പമില്ല. പക്ഷേ ഒരു പേഷ്യൻ്റ് തന്നെ രക്ഷപ്പെടുമോ, വെയിൻ ഡെഡ് ആണെങ്കിലും രക്ഷപ്പെടുമോ, നമ്മൾ ഗുരുവായൂർ അമ്പലത്തിൽ വഴിപാട് നടത്തിയാൽ രക്ഷപ്പെടുമോ, അല്ലെങ്കിൽ പള്ളിയിൽ വഴിതിരികെ എത്തിച്ചാൽ രക്ഷപ്പെടുമോ, അതുകൊണ്ട് അങ്ങനെ തുടരാം, ചികിത്സ തുടരാം, എന്നിട്ട് പിന്നെ അവസാനം ഓർഗൻസ് എടുക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് വരും. സോ ഓർഗൻസ് എനിക്കിപ്പോൾ എൻ്റെ ഓർഗൻസ് ഇപ്പോൾ ആർക്കെങ്കിലും ഉപയോഗപ്പെടുവാണെങ്കിൽ അത് ഉപയോഗിച്ചിരിക്കണം, എനിക്ക് ആവശ്യമില്ലെങ്കിൽ അടുത്ത ആൾക്കത് പ്രയോജനപ്പെടണം എന്നുള്ളതാണ് എൻ്റെ മനസ്സിൽ തോന്നുന്നത്. പക്ഷേ എല്ലാവർക്കും അങ്ങനെ തോന്നിയാൽ മാത്രമേ ഇത് നന്നായിട്ട് എല്ലാവർക്കും വിദ്യാഭ്യാസമുള്ള ഈ സംസ്ഥാനത്തിൽ ശരിക്കും ഇത് മുന്നോട്ട് പോകേണ്ടതാണ്. അതെങ്ങനെ പോകുന്നില്ല എന്നുള്ളത് വലിയ ഒരു സംഭവമാണ്.
നമ്മുടെ ലിവറിൽ കോമൺലി ആൾക്കാർ കാണുന്ന ഒരു പ്രശ്നമാണ് ഫാറ്റി ലിവർ ഡിസീസ്. ഫാറ്റി ലിവർ എന്താണ് ഈ ഫാറ്റി ലിവർ ഡിസീസ് എന്ന് പറയുന്നത്? എന്തൊക്കെ കോംപ്ലിക്കേഷൻ അതുകൊണ്ട് ഉണ്ടാവും ഡോക്ടർ റോയ്? ഈ ലിവറിൽ കൊഴുപ്പടിഞ്ഞു കൂടുന്നതാണ് ഫാറ്റി ലിവർ എന്ന് പറയുന്നത്. ഇതൊരു വളരെ കോമണായ ഒരു അൾട്രാസൗണ്ട് റിപ്പോർട്ടാണ്. അപ്പം ഇതിൻ്റെ പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഇത് വളരെ കൂടുതലായിട്ട് കണ്ടുവരുന്നൊരു പ്രോബ്ലമാണ്. ബേസിക്കലി ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് പറയാം. അതായത് ജീവിതചര്യ കൊണ്ടുണ്ടാകാവുന്ന ഒരു പ്രശ്നങ്ങളിൽ ഒന്നാണ് ഡയബറ്റീസ്, പ്രഷർ, ഇതുപോലെ തന്നെ. അതെ, അതിൽ പല അസുഖങ്ങളും ഇത് ഉണ്ടാക്കും. ഡയബറ്റീസും അതുപോലെ കൊളസ്ട്രോളും ഇതെല്ലാം ഈ ഫാറ്റി ലിവർ ഉണ്ടാക്കും. അപ്പോൾ ഈ ഫാറ്റി ലിവർ പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കുറച്ച് കഴിയുമ്പോൾ ഈ ഫാറ്റ് അടിഞ്ഞുകൂടി കുറച്ച് കഴിയുമ്പോൾ അതിൽ നീർക്കെട്ടൽ വരും ലിവറിൽ. പിന്നെ അത് കുറേ വർഷങ്ങൾക്ക് ശേഷം ലിവർ സിറോസിസായി മാറും. സോ അതുകൊണ്ടാണ് ഈ ഫാറ്റി ലിവറിനെ കുറിച്ച് ഇത്രയും ബോധേഡായിട്ട് ഇപ്പം ആൾക്കാർ ചിന്തിക്കുന്നത്. ഇപ്പോൾ ഷുഗർ ഉണ്ടെങ്കിൽ വളരെ കൺട്രോൾ ആകണം, കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യണം, എക്സസൈസ് വേണം, ബോഡി ഓവർ വെയ്റ്റ്, ഇപ്പം ഒബേസിറ്റിയാണ് ഒരു പ്രധാന കാരണം, അത് കുറയ്ക്കണം, വെയിറ്റ് കുറയ്ക്കണം. അതുപോലെ തന്നെ ചില വൈറൽ ഇൻഫെക്ഷൻസ് ഫാറ്റി ലിവർ ഉണ്ടാക്കാം, ഹെപ്പറ്റൈറ്റിസ് ബി അല്ലെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് സി, ഇതൊക്കെ. സോ അതൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റും ഒക്കെ നേരത്തെ തന്നെ എടുത്ത് കൺട്രോൾ ചെയ്യണം. അതുപോലെ തന്നെ ഇത് നമ്മൾ ആൽക്കഹോളാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ നാട്ടിൽ ഉള്ള ആൽക്കഹോൾ. അതിലേക്ക് വരാം. അതിന് മുമ്പ് ഈ ഫാറ്റി ലിവർ, എനിക്കിതുപോലെ ഫാറ്റി ലിവർ കണ്ട പിന്നെ ഞാൻ ഇത്തിരി ലിവർ എൻസൈംസ് കൂടി ഇപ്പോൾ ഓടി തുടങ്ങി. ഓടി ഒരു മാരത്തൺ വരെ ഓടാൻ പറ്റി. അതിൻ്റെ വെയിറ്റ് 90 കിലോയിൽ നിന്ന് ഓൾമോസ്റ്റ് 76 കിലോയിട്ട് കുറഞ്ഞു. പിന്നെ ഇത്രയും ഇപ്പോൾ വേറെ പല പ്രശ്നം കൊണ്ട് ഞാൻ ഓട്ടം നിർത്തിവിട്ട് വീണ്ടും പതുക്കെ വീണ്ടും വണ്ണം വയ്ക്കാൻ തുടങ്ങി. അതുപോട്ടെ, ഇതുപോലെ ആൽക്കഹോൾ, ഞാനൊക്കെ ഒരു സോഷ്യൽ ഡ്രിങ്കർ എന്ന് പറയും. ഇടയ്ക്ക് 1-2 വൈനൊക്കെ കഴിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ നമുക്ക് ഈ ആൽക്കഹോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെ ആൾക്കാർക്കോട് പറയാൻ പറ്റുമോ? നമുക്ക് ഇത്ര ആൽക്കഹോൾ കഴിക്കാമെന്നൊക്കെ. ആൽക്കഹോൾ ഏത് ഡോസിലാണെങ്കിലും നമുക്ക് അഡ്വൈസ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല. വെളിയിലൊക്കെ നമ്മളിപ്പോൾ അറിയാം, ഇപ്പോൾ പുറത്തൊക്കെ ആൽക്കഹോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ എൻജോയ് ഡ്രിങ്കിങ്, അത് അവരുടെ രീതിയാണ്. ഇപ്പോൾ ഈ മെഡിറ്ററേനിയൻ ഡയറ്റ് എന്ന് കേട്ടിട്ടുണ്ടാവും. മെഡിറ്ററേനിയൻ ഡയറ്റാണ് വൺ ഓഫ് ദ ബെസ്റ്റ് ഡയറ്റ്സ്. ആ മെഡിറ്ററേനിയൻ ഡയറ്റിൽ ആൽക്കഹോൾ, വൈൻ ഇസ് എ പാർട്ട് ഓഫ് ഇറ്റ്. പക്ഷേ അത് അവരത് എൻജോയ് ചെയ്ത് ആ ഡയറ്റ് ഫോളോ ചെയ്യുന്നു, അതിൻ്റെ കൂട്ടത്തിൽ ആ വൈൻ കഴിക്കും. പക്ഷേ നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒന്നും അഡ്വൈസ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ആൾക്കാരുടെ ഇതെന്തെന്ന് ചിന്താഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽക്കഹോൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ ബോധം പോകണം, ഫിറ്റാവണം. അപ്പോൾ അങ്ങനത്തെ ഒരു ആൾക്കാരുടെ ഇടയിൽ നമ്മൾക്ക് ഒരിക്കലും ആൽക്കഹോളിൻ്റെ ഡോസേജ് ഒന്നും അഡ്വൈസ് ചെയ്യാൻ. എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് ആൽക്കഹോൾ കഴിക്കുക. അപ്പോൾ നമുക്കൊരു മോഡറേഷൻ പറയാൻ പറ്റും, ഇന്ന് ഇത്ര ഡോസ് ഇന്ന് കഴിക്കാൻ പറ്റും. ഒരു അസുഖവുമില്ല, ഫാറ്റി ലിവർ ഇല്ല, വേറെ ഒരു പ്രോബ്ലം ഇല്ല. അങ്ങനെയുള്ള ഒരാൾ ഇങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ നമുക്ക് പറയാൻ പറ്റും. ഈ അമേരിക്കൻ അസോസിയേഷൻ, ഗ്യാസ്ട്രോൻട്രോളജി അസോസിയേഷൻ ഒരു ഡോസേജൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതായത് ആഴ്ചയിൽ 21 ഗ്രാം ഫോർ മെയിൽസും. അതിൻ്റെ ഗ്രാം എന്ന് പറഞ്ഞ ആൾക്കാർക്ക് മനസ്സിലാവില്ല ഏകദേശം എത്ര യൂണിറ്റ്, എത്ര പങ്ക് കഴിക്കാൻ പറ്റും. അത് ഏറ്റവും എളുപ്പം ഗൂഗിളിൽ നോക്കുന്നതാണ്. പക്ഷേ നമ്മളൊരു ഇപ്പം 1 ഗ്ലാസ് ഓഫ് വൈൻ എടുത്തോളൂ, ഒരു 150 ml ഓഫ് വൈൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഓൾമോസ്റ്റ് 50 grams ഓഫ് ആൽക്കഹോളാണ്. സോ അതുപോലെ ഓരോന്നിനും അത് വ്യത്യാസം വരും. ഇറ്റ്സ് 12% വൈൻ ഉണ്ട്, 14% ബിയറിന് അത് ഡിഫറെൻ്റ് ആണ്. അതുപോലെ ബാക്കി ഹാർഡ് ഡ്രിങ്ക്സിന് എല്ലാം അത് വ്യത്യാസം വരും. അപ്പോൾ അതനുസരിച്ചിട്ട് അത് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. പക്ഷേ ഈ കൺട്രോൾ ഇത് കൺട്രോൾ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. നമ്മളൊരു ലിമിറ്റ് പറഞ്ഞു കഴിഞ്ഞാലും പലപ്പോഴും ആൾക്കാർക്ക് അത് ലിമിറ്റ് ക്രോസ് ചെയ്ത് പോകും. അപ്പോഴാണ് പ്രശ്നം വരുന്നത്. ഈ ആൽക്കഹോൾ ഏതൊക്കെ ഓർഗനെ ഡാമേജ് വരുത്തും നമ്മുടെ ശരീരത്തിൽ? എല്ലാ ഓർഗൻസിനും ഡാമേജ് വരുത്താം, ഫ്രം ബ്രെയിൻ ടു എല്ലാ ഓർഗൻ. അതായത് നമ്മൾ ആൽക്കഹോളിസം വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ബ്രെയിൻ ചുരുങ്ങും, ബ്രെയിനിലേക്കുള്ള പല പ്രോബ്ലംസും ഉണ്ടാവും. ഹാർട്ടിന് പ്രോബ്ലം ഉണ്ടാവും, കാർഡിയോമയോപ്പതി, കാർഡിയോമയോപ്പതി ഉണ്ടാവും. ലിവർ സിറോസ്, ഫാറ്റി ലിവർ, ആൽക്കഹോളിക് ഫാറ്റി ലിവർ, പിന്നെ സിറോസിസ്, ലിവർ ക്യാൻസർ. അങ്ങനെയാണ്. ലിവർ സിറോസിസ് ഉണ്ടായിക്കഴിഞ്ഞാൽ എപ്പോഴും അതിൽ ക്യാൻസർ ഉണ്ടാകാനുള്ള ചാൻസുകൾ കൂടുതലാണ്. പാൻക്രിയാസ് ക്യാൻസർ, പാൻക്രിയാസിൽ കല്ലുകളുണ്ടാകുക, ക്രോണിക് പാൻക്രിയാറ്റൈറ്റിസ്, പാൻക്രിയാസിൽ കല്ലുകളുണ്ടാവുക, ട്യൂമർ, എവിടെ വേണമെങ്കിലും ക്യാൻസർ ഉണ്ടാവാം ആൽക്കഹോൾ കഴിക്കുന്നവർക്ക്. അത് സ്ഥിരമായ ആൽക്കഹോൾ കഴിക്കുന്നവർക്ക് എവിടെ വേണമെങ്കിലും ക്യാൻസർ ഉണ്ടാവാം. വൻകുടലുണ്ടാവാം,
സോ ഇതൊക്കെ ആൽക്കഹോളിൻ്റെ പ്രോബ്ലം. സോ ആൽക്കഹോൾ ഒരു ഓർഗനെയും വെറുതെ വിടുന്നില്ല. അതാണ് ഈ ആൽക്കഹോളിൻ്റെ. ഓക്കെ, താങ്ക് യു. പിന്നെ നമുക്ക് ഗ്യാസ്ട്രോയിൽ പറഞ്ഞു നമുക്ക് അന്നനാളം മുതൽ ഇതാണെന്ന്. അന്നനാളത്തിലും എന്തൊക്കെ ടൈപ്പ് സർജറിയാണ് നിങ്ങൾക്ക് സാധാരണ അന്നനാളത്തിൽ നിങ്ങൾക്ക് വരുന്നത്? അന്നനാളത്തിൻ്റെ ഓപ്പറേഷൻ ഇപ്പോൾ ക്യാൻസർ 55% പറഞ്ഞു. അതുകൂടാതെ അന്നനാളത്തിൻ്റെ തടസ്സങ്ങൾ വന്നാലും ഓപ്പറേഷൻ ചെയ്ത് മാറ്റേണ്ടി വരാറുണ്ട്. ചിലപ്പോൾ അന്നനാളം കംപ്ലീറ്റ്ലി വെന്ത് പോയാൽ, അത്രത്തോളം ബാധിച്ചിട്ടില്ലെങ്കിൽ റോയ് പറഞ്ഞ പോലെ എൻഡോസ്കോപ്പി വെച്ച് അത് വികസിപ്പിച്ച് നമുക്ക് നിലനിർത്താം. പക്ഷേ ഒരു പരിധി കടന്നാൽ അത് ഡാമേജ് ആയിട്ടുണ്ടെങ്കിൽ അതിനെ നീക്കം ചെയ്ത് അത് ചെറുകുടൽ കൊണ്ടോ അല്ലെങ്കിൽ വൻകുടൽ കൊണ്ടോ അതിനെ റിപ്ലേസ് ചെയ്ത് മാറ്റിയാൽ മാത്രമേ ശരിക്കും ഭക്ഷണം കഴിക്കാൻ പറ്റുള്ളൂ. അതുപോലെ ആമാശയത്തിൻ്റെയും ചെറുകുടലിൻ്റെയും ലിവറിൻ്റെയും പാൻക്രിയാസിൻ്റെ എല്ലാം ഇപ്പോൾ ഇതുവരെ വലിയ വലിയ ഇൻസിഷൻ മുറിവുകൾ ഉണ്ടാക്കി വലിയ വലിയ ഓപ്പറേഷനായിട്ട് ആളുകൾക്കൊരു ആശങ്കയുണ്ടായിരുന്നു. അതുകൊണ്ട് പലപ്പോഴും രോഗികൾ ഓപ്പറേഷൻ്റെ ലാസ്റ്റ് റിസോർട്ടായിട്ട് അവസാനത്തെ ഒരു ഇതായിട്ട് അവർ എടുക്കുമായിരുന്നു. ആ രീതിയിൽ അവർക്ക് എപ്പോഴും അസുഖം കൂടുതൽ മൂത്ത് പഴുത്ത് കഴിഞ്ഞിട്ടാണ് ഓപ്പറേഷൻ്റെ ഒരു ചാൻസ് വരുന്നത്. അപ്പോൾ ഓപ്പറേഷൻ്റെ ചിലപ്പോൾ കോംപ്ലിക്കേഷൻ റേറ്റും കൂടും. ഇപ്പോൾ കൂടെ ഇപ്പോൾ താക്കോൽ ദ്വാര ശസ്ത്രക്രിയയും ചെയ്യുന്നതുകൊണ്ട് ഓപ്പറേഷൻ ഒരു വിധത്തിലും വ്യത്യാസമില്ല. എപ്പോൾ മുറിവുകൾ ഉണ്ടാക്കുമായിരുന്നോ അതിൻ്റെ പകരം ഇപ്പോൾ ഓട്ടകൾ കൂടെ ക്യാമറ വെച്ച് ഇൻസ്ട്രുമെൻറ്റ്സ് വെച്ച് ചെയ്യുന്നു. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് റോബോട്ടിക് സർജറി കൊണ്ട് ചെയ്യാൻ പറ്റും. റോബോട്ടിക് സർജറിയിൽ കയറി ഇപ്പോൾ നിങ്ങൾ റോബോട്ടിക് സർജറി, ഇപ്പോൾ ഈ അന്നനാളത്തിലെ സർജറി റോബോട്ട് വെച്ചിട്ട് ഈസിയാണോ അത് ബുദ്ധിമുട്ടാണോ? സർജന് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ റോബോട്ട് ചെയ്യുമ്പോൾ റോബോട്ടല്ല ഓപ്പറേഷൻ ചെയ്യുന്നത്. ആളുകൾ ആരും തെറ്റിദ്ധരിക്കരുത്. റോബോട്ടിന് ഓപ്പറേഷൻ ചെയ്യാൻ അറിഞ്ഞുകൂടാ. റോബോട്ടിക് ഇൻസ്ട്രുമെൻറ്റ്സ് ഇൻ പ്ലേസ്, അത് നമ്മുടെ കോൺസോളിൽ നമ്മുടെ മൂവ്മെൻറ്റ്സ് കൊണ്ട് അതിനെ മൂവ് ചെയ്യാൻ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ സർജനാണ് ചെയ്യുന്നത്. സർജൻ്റെ കഴിവ് വേണം, സർജൻ്റെ ട്രെയിനിങ് വേണം. വളരെ ചെറിയ ഏരിയയിലൊക്കെ ഈ ഇൻസ്ട്രുമെൻസിന് എളുപ്പത്തിൽ അവിടെ എത്തിക്കാൻ പറ്റുന്നു. കുറച്ചുകൂടെ പ്രിസൈസായിട്ട് ചെയ്യാൻ പറ്റുന്നു. പിന്നെ നമ്മുടെ കൈ എങ്ങനെ മൂവ് ചെയ്യുന്നോ അതിൻ്റെ ഇപ്പോൾ ഇത് 4-5 ഡിഗ്രീസ് ഓഫ് ഫ്രീഡം, അതേ ടൈപ്പ് ഓഫ് റിസ്റ്റും പല ജോയിൻസും ഈ റോബോട്ടിലുണ്ട്. സാധാരണ താക്കോൽ ദ്വാര ശസ്ത്രക്രിയ ചെയ്യുമ്പോൾ ഒരു ഇൻസ്ട്രുമെൻ്റ് ഇട്ടു, മറ്റൊരു ഇൻസ്ട്രുമെൻ്റ് ഇട്ടു, ഇങ്ങനെ നേരെ പോയി ഇങ്ങനെ ചെയ്യാനേ പറ്റുള്ളൂ. ഇത് ഏത് രീതിയിലും നമുക്ക് വളച്ച് തിരിച്ച് കൊണ്ടുപോകാം. അപ്പോൾ വളരെ പ്രിസൈസായിട്ട് ചെയ്യാൻ പറ്റുന്നു. കോംപ്ലക്സ് ഓപ്പറേഷൻസ് വളരെ നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നു. ഏതൊക്കെ ഓപ്പറേഷനാണ് റോബോട്ട് വെച്ച് ഗ്യാസ്ട്രോഇന്റെസ്റ്റൈനൽ ചെയ്യാൻ പറ്റും? ഇപ്പോൾ അന്നനാളത്തിൻ്റെ ഓപ്പറേഷൻസ് ചെയ്യുന്നു, ഇപ്പോൾ പാൻക്രിയാസിൻ്റെ ഓപ്പറേഷൻ ചെയ്യുന്നു, വൻകുടലിൻ്റെ ഓപ്പറേഷൻ ചെയ്യുന്നു. ഇപ്പോൾ ഏകദേശം ഒരുവിധം എല്ലാം തന്നെ റോബോട്ട് കൊണ്ട്, ലാപ്രോസ്കോപ്പിയിൽ ചെയ്യുന്നതല്ല ഇപ്പോൾ റോബോട്ട് കൊണ്ട് ചെയ്യാം. രണ്ടും തമ്മിൽ ഒരു ഏതാണ്ട് പ്രവേശിക്കുന്ന ഓട്ടകൾ സെയിം ആണെങ്കിലും ചെയ്യുന്ന രീതി വ്യത്യസ്തമാണ്. റോബോട്ടിൻ്റെ ഗുണം ഇതാണ്, അതിൻ്റെ കൂടുതൽ മാനൂവറബിലിറ്റി, കൂടുതൽ ഫ്ലെക്സിബിലിറ്റി, കൂടുതൽ പ്രിസിഷൻ നമുക്ക് കൊടുക്കുന്നു എന്നുള്ളതാണ്. പേഷ്യൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് താക്കോൽ ദ്വാര ശസ്ത്രക്രിയയുടെ ഗുണമാണ് കിട്ടുന്നത്. പക്ഷേ അത് കുറച്ചുകൂടെ പ്രിസൈസായിട്ട് എത്തിക്കുകയാണെങ്കിൽ അത് കുറച്ചുകൂടെ നല്ല ഗുണമായിരിക്കും. ഈ ഒബിസിറ്റി സർജറി എന്ന് പറഞ്ഞ ആൾക്കാർ വണ്ണം കുറയ്ക്കാൻ വേണ്ടി അത് എന്ത് ആമാശയത്തിൽ എന്തെങ്കിലും ചെയ്യും? ഒരു സ്ഥാപനം വല്ലാതെ പൊളിഞ്ഞാൽ അതിന് ഒരുപാട് പൈസ കൊടുത്താലേ ചിലപ്പോൾ അതിന് പൊക്കാൻ പറ്റുള്ളൂ. അതുപോലെ എൻ്റെ വെയിറ്റ് ഒരു പരിധിക്കപ്പുറം പോയാൽ എന്നോട് ഡയറ്റ് ചെയ്യാനും എന്നോട് എക്സസൈസ് ചെയ്യാനും ചെയ്താൽ പറഞ്ഞാൽ അത് വളരെ ക്രൂരമാണ്. അങ്ങനെ ഒരു അവസ്ഥയിൽ എനിക്ക് ചിലപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും സഹായം ചെയ്തു തരണം. അപ്പോൾ ബാരിയാട്രിക് സർജറി എന്ന് പറഞ്ഞാൽ ഒബീസിറ്റി സർജറി ചെയ്ത് 120 കിലോ 150 കിലോ ഉള്ള എന്നെ 100 കിലോയിലേക്കോ 80 കിലോയിലേക്ക് കൊണ്ടുവന്നാൽ പിന്നീട് എനിക്ക് അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ കഴിയും. അതാണ് ബാരിയാട്രിക് സർജറി ചെയ്യുന്നത്. അത് വെയിറ്റ് കുറയ്ക്കാൻ മാത്രമല്ല, വെയിറ്റിനോടൊപ്പം പ്രഷറും ഷുഗറും ഒരുപാട് ഹാർട്ട് ഡിസീസും എല്ലാം അതിൻ്റെ കൂടെ ഒരു പാക്കേജായിട്ടാണ് വരുന്നത്. ഈ ഫാറ്റി ലിവർ ഡിസീസിന് അതിന് വളരെയധികം പ്രയോജനമാണ്. ഇപ്പോൾ ഒരു പേഷ്യൻറ്റ് ജസ്റ്റ് വെയിറ്റ് കൂടുതലുള്ളത് കൊണ്ട് മാത്രം അതിന് ഓപ്പറേഷൻ ചെയ്തുകൊള്ളണമെന്നില്ല. പക്ഷേ അയാൾക്ക് അത് കൂടുതൽ പല അസുഖങ്ങളുണ്ടെങ്കിൽ അതെല്ലാം ചികിത്സിക്കപ്പെടാം. ഡയബറ്റീസ് കംപ്ലീറ്റ്ലി റിസോൾവായി മാറിപ്പോകാറുണ്ട്. അപ്പോൾ അതുപോലത്തെ സ്ഥിതിയിൽ തീർച്ചയായിട്ടും ഓപ്പറേഷനെ കൺസിഡർ ചെയ്യേണ്ടതാണ്. എൻഡോസ്കോപ്പി വഴിക്ക് നമുക്ക് ഈ ബാരിയാട്രിക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ബാരിയാട്രിക് എൻഡോസ്കോപ്പിക്കിൽ നമ്മൾ ഈ ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ബലൂൺ പ്ലേസ്മെൻ്റ് ആണ്. അത് സിമ്പിൾ പരിപാടിയാണ്. പക്ഷേ ഇതിൻ്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഈ ബലൂൺ നമ്മൾ സാധാരണ ഒരു 8 to 12 months ആണ് മാക്സിമം വയ്ക്കുന്നത്. അത് കഴിയുമ്പോൾ ഇത് നമ്മൾ മാറ്റണം. അപ്പോൾ ഈ വെയിറ്റ് കുറയും. വെയിറ്റ് കുറഞ്ഞാൽ ഒരു 10 to 12 അല്ലെങ്കിൽ മാക്സിമം 15% ഓഫ് വെയിറ്റ് കുറയും. പക്ഷേ ഈ ബലൂൺ നമ്മൾ എടുത്തു കഴിയുമ്പം ഇതേമാതിരി തന്നെ ലൈഫ് സ്റ്റൈലിൽ ഫോളോ ചെയ്തില്ലെങ്കിൽ വീണ്ടും വെയിറ്റ് ഒതുക്കുകയും ചെയ്യും.
സോ അതാണ് ഒരു പ്രോബ്ലം ഈ ബലൂൺ പ്ലേസ്മെൻറ്റിൻ്റെ. പിന്നെ അതിന് എൻഡോസ്കോപ്പിക്കായിട്ട് നമ്മൾ ഈ ബാരിയാട്രിക് സർജറിയൊക്കെ പുതിയതായിട്ട് വരുന്നത്, പക്ഷേ എക്സ്പെൻസീവാണ്. ദാറ്റ് ഈസ് എ പ്രോബ്ലം. ഇത് ലിമിറ്റിംഗ് പ്രോബ്ലം, വളരെ എക്സ്പെൻസീവാണ്. അതുകൊണ്ടാണ് നമ്മളത്. ഓക്കെ, ആമാശയം കഴിഞ്ഞു. പിന്നെ നമ്മുടെ ഗ്യാസ്ട്രോഇന്റെസ്റ്റൈനിലെ ഏറ്റവും വലിയ ഓർഗൻ എന്ന് പറയുന്നത് ചെറുകുടലാണ്. ഏകദേശം 6 മീറ്ററോളം നീളമുള്ളൊരു സാധനമാണ്. പണ്ട് സർജന്മാർ മാത്രം തൊട്ടിരുന്ന ഏരിയയാണ് ഇപ്പോൾ സ്മോൾ ഇൻറ്റെസ്റ്റൈൻ എന്ന് പറഞ്ഞാൽ. ഈ സ്മോൾ ഇൻറ്റെസ്റ്റൈനിൽ എന്തൊക്കെ സർജറി, എത്ര വരെ സ്മോൾ ഇൻറ്റെസ്റ്റൈൻ നമുക്ക് അവിടുന്ന് കട്ട് ചെയ്ത് കളയാൻ പറ്റും? 60% വരെ എടുത്തിട്ട് ഒരു വ്യക്തിക്ക് വലിയ കുഴപ്പമില്ലാതെ ജീവിക്കാൻ പറ്റും. അതിൻ്റെ അപ്പുറം പോകുമ്പോഴാണ് അതിൻ്റെ കുറവുകൾ ശരിക്കും മനസ്സിലായി തുടങ്ങുന്നത്. ഒരു 80% അപ്പുറം പോയാൽ പിന്നെ ശരിക്കും എന്തെങ്കിലും ന്യൂട്രീഷൻ സപ്പോർട്ടില്ലാതെ, ലൈഫ് ലോങ് ന്യൂട്രീഷൻ സപ്പോർട്ടില്ലാതെ ആൾക്ക് ജീവിക്കാൻ പറ്റില്ല. അങ്ങനത്തെ അവസ്ഥയിൽ ചിലപ്പോൾ ഇൻറ്റെസ്റ്റൈനൽ ട്രാൻസ്പ്ലാന്റേഷൻ വരെ ഉപയോഗിക്കേണ്ടി വരാറുണ്ട്. അപ്പോൾ അതുപോലെ വരുന്ന ഏത് അസുഖങ്ങളാണെന്ന് വെച്ചാൽ കുടലിനെ വീണ്ടും ബാധിച്ച് വരുന്ന അസുഖങ്ങളുടെ ചികിത്സയുടെ ഭാഗമായിട്ട് കുറേശ്ശായിട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് രക്തനാളി ബ്ലോക്കായിട്ട് ഒരുപാട് കുടലെടുത്ത് മാറ്റേണ്ടി വരുന്ന ഈ 2 സന്ദർഭങ്ങളിലാണ് ഈ ഷോർട്ട് ഗട്ട് എന്ന് പറഞ്ഞ ഈ ചെറിയ നീളമുള്ള കുടൽ നമുക്ക് ശേഷം കിട്ടുന്നത്. അങ്ങനെ വന്നു കഴിയുമ്പോൾ അതിൻ്റെ കഷ്ടപ്പാട് വളരെ ദയനീയമാണ്. അതിന് തീർച്ചയായിട്ടും പല സപ്പോർട്ട് IV ഫ്ലൂയിഡൊക്കെ സ്ഥിരമായി കൊടുക്കേണ്ടി വരും. ഈ ചെറുകുടലിലേക്ക് ഇപ്പോൾ എൻഡോസ്കോപ്പി ഉപയോഗിച്ച് കടന്നു പോകാൻ പറ്റും. ഇപ്പോൾ എന്തൊക്കെ മൊഡാലിറ്റീസ് ഉണ്ട് ചെറുകുടലിൽ? സാധാരണ നമ്മൾ ചെയ്യുന്നത് ഈ ക്യാപ്സ്യൂൾ എൻഡോസ്കോപ്പി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ചെറിയ ക്യാപ്സ്യൂളാണ്. അത് വിഴുങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ സ്മോൾ ഇൻറ്റെസ്റ്റൈൻ നമ്മൾക്ക് കംപ്ലീറ്റ് ആയിട്ട് കാണാൻ പറ്റും. അത് റെക്കോർഡ് ചെയ്യുകയാണ്. നമ്മൾ റെക്കോർഡർ വെച്ചിട്ട് ഈ ക്യാപ്സ്യൂൾ പോകുന്ന വഴി അത് 360 ഡിഗ്രീസിൽ ഫുൾ ഫോട്ടോ നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റും. പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതിന് ബേസിക്കലി ഇതിപ്പോൾ നമ്മളൊരു ആളൊരു ബ്ലീഡിംഗ് ആയിട്ട് വന്നു, അയാളുടെ കൊളോണോസ്കോപ്പി നോർമലാണ്, എൻഡോസ്കോപ്പി നോർമലാണ്. അപ്പോൾ ഈ ബ്ലീഡിങ് സ്മോൾ ഇൻറ്റെസ്റ്റൈനിൽ നിന്നും ആണെന്ന് ഏകദേശം നമുക്ക് മനസ്സിലാവും. പക്ഷേ അത് എവിടെ നിന്നാണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ക്യാപ്സ്യൂൾ ഉപയോഗിക്കും. അപ്പോൾ എവിടെയെങ്കിലും ബ്ലീഡിങ് ഉണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ കാണുമ്പോൾ നമുക്ക് ചെറുകുടലിനെ ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന ചില എൻഡോസ്കോപ്സ് ഉണ്ട്, ലോങ് ട്യൂബ്സ്, എൻട്രോസ്കോപ്പ് എന്ന് പറയും. അതുവഴി പോയിട്ട് നമുക്ക് അത് കരിച്ചു അതെ, പല രീതിയിലുള്ളതുണ്ട്. അപ്പോൾ അവിടെ ക്ലിപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ അങ്ങനത്തെ ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യാൻ പറ്റും. അതാണ്. പിന്നെ ഗ്യാസ്ട്രോയിൽ വരുന്ന മറ്റൊരു വലിയൊരു ഓർഗനാണ് കോളൻ, അതായത് വൻകുടൽ. അപ്പോൾ എന്തൊക്കെയാണ് ഈ വൻകുടൽ സർജറികൾ നിങ്ങൾ ചെയ്യുന്നത്? പ്രധാനപ്പെട്ട ഓപ്പറേഷൻ ക്യാൻസറിനാണ്. ക്യാൻസർ ഇപ്പോൾ കേരളത്തിൽ വളരെ കൂടുതലാണ്, വൻകുടലിൻ്റെ ക്യാൻസർ. അതുകൂടാതെ ബ്ലീഡിങ്ങിനും അതുപോലെ പഴുത്ത് പൊട്ടി വൻകുടലിങ്ങനെ ഡൈവർട്ടിക്കലാന്ന് പറഞ്ഞിട്ട് പഴുത്ത് പൊട്ടിക്കഴിഞ്ഞാൽ അതിന് ഓപ്പറേഷൻ ചെയ്യാനേ നിവൃത്തിയുള്ളൂ. ഈ വക കാര്യങ്ങൾക്കാണ് കൂടുതൽ ഓപ്പറേഷൻ വേണ്ടി വരിക. നേരത്തെ കൊളോണോസ്കോപ്പിയെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഏതൊക്കെ അവസ്ഥയിലാണ് നമുക്കൊരു കൊളോണോസ്കോപ്പി ഇൻഡിക്കേറ്റഡ് ആയിട്ടുള്ളത്? അതെ, ഏറ്റവും കോമൺ ആയിട്ടുള്ള കാര്യം വയറ്റിൽ നിന്ന് ബ്ലഡ് പോകുക എന്നുള്ളതാണ്. എല്ലാ ബ്ലീഡിങ്ങും പൈൽസ് കൊണ്ടല്ല എന്നുള്ളതാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. പലപ്പോഴും നമ്മൾ മിസ് ചെയ്ത് പലപ്പോഴും പൈൽസിന് വേണ്ടി പല ഇങ്ങനെ ട്രീറ്റ്മെൻറ്റ് എടുത്തെടുത്ത് അവസാനം അതൊരു കോളൻ ക്യാൻസർ അത് സ്പ്രെഡ് ചെയ്ത് വളരെ നിരാശകരമായ അവസ്ഥയിലെത്തും. അപ്പോൾ ഇങ്ങനെ ബ്ലീഡിങ് ആയിട്ടുണ്ടെങ്കിൽ നമ്മളെപ്പോഴും എസ്പെഷ്യലി ഒരു ഏജ് നമ്മൾ നോക്കണം. ഇപ്പോൾ വളരെ യങ് ഏജ് ആണെങ്കിൽ ഒരു പക്ഷേ പൈൽസ് ആവാം. അല്ലെങ്കിൽ വേറൊരു കാര്യം നമ്മളിപ്പോൾ അറിയേണ്ടത്, ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒരു പ്രോബ്ലമാണ് ഈ ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസ്. അതായത് ഈ ക്രോൺസ് ഡിസീസ് അല്ലെങ്കിൽ അൾസറേറ്റീവ് കൊളൈറ്റിസ്. ഇത് എസ്പെഷ്യലി ക്രോൺസ് ഡിസീസ് വളരെയധികം നമ്മുടെ നാട്ടിൽ കൂടുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള അസുഖങ്ങൾ ഇതുപോലെ ബ്ലീഡിങ്ങും ലൂസ് മോഷനുമായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇത് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മളൊരു പക്ഷേ കൊളോണോസ്കോപ്പി ചെയ്ത് നമ്മൾ ബയോപ്സി എടുക്കേണ്ടി വരും. അല്ലെങ്കിൽ ഇതുപോലെ ബ്ലീഡിങ് ഉള്ളപ്പോൾ നമ്മൾ വൻകുടലിൻ്റെ ട്യൂമർ ക്യാൻസർ മിസ് ചെയ്യാതിരിക്കാനായിട്ട് കൊളോണോസ്കോപ്പി ചെയ്യേണ്ടി വരും. ഈ പൈൽസ് എന്ന് പറഞ്ഞപ്പോഴാണ് ഓർത്തത്, ഈ പൈൽസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സർജറി ആണോ, അത് നമുക്ക് വേറെ എന്തെങ്കിലും മെത്തേഡ് ഉണ്ടോ ഈ പൈൽസ് കളയാനുണ്ട്? മിക്ക സ്ഥലങ്ങളിലും അവർ ലേസർ ചെയ്തു അത് ചെയ്തു എന്ന് പറഞ്ഞ ആൾക്കാർ വരുന്നതാണ്. ശരിക്കും അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? അത് സർജറി വേണോ, അത് ലേസർ വേണോ, അത് വേറെ എന്തെങ്കിലും ഉണ്ടോ? ഈ നിസ്സാര അസുഖമാണെന്നുള്ള ധാരണയിൽ പൈൽസാണ് ഒരു പൊതുജനങ്ങളുടെ ഇടയ്ക്ക് ഒരുപാട് തെറ്റിദ്ധാരണയുള്ള ഒരുപാട് പ്രശ്നമുള്ള ഒരു അസുഖമാണ്. 1986 കുത്താട്ടുകുളത്ത് വെച്ച് ഒരു പ്രോക്ടോളജി ക്ലിനിക്ക് എന്ന് പറഞ്ഞ് ഇതിൻ്റെ പ്രത്യേക ഒരു ക്ലിനിക്ക് തുടങ്ങിയതിൻ്റെ പേരിൽ ഇന്നും ഒരുപാട് പുതിയ രോഗികൾ വന്ന് അവരുടെ ചികിത്സ ചെയ്യുന്നുണ്ട്.
ഈ ഭാഗം തന്നെ ഫാഷനബിൾ അല്ല ആർക്കും. ഇപ്പോൾ എനിക്ക് പൈൽസ് ഉണ്ടെങ്കിൽ ഞാൻ നാട്ടുകാരെ അറിയിക്കാൻ, എൻ്റെ ഫ്രണ്ട്സിനെ അറിയിക്കാൻ, വീട്ടിൽ പോലും അറിയിക്കാൻ ഞാൻ വളരെ വൈകിക്കും. എന്നിട്ട് ചിലപ്പോൾ അത് ക്യാൻസർ ആയിരിക്കും, റോയ് പറഞ്ഞ പോലെ അതും ഡിലേ ചെയ്യാൻ, അതിനെ കണ്ടുപിടിക്കാനും പോലും താല്പര്യം ഉണ്ടാവില്ല. പൈൽസിൻ്റെ ബ്ലീഡിങ് വേറെ ടൈപ്പാണ്, ക്യാൻസറിൻ്റെ ബ്ലീഡിങ് വേറെ ടൈപ്പാണ്. ഇതൊരു ഡോക്ടർ കണ്ടാൽ ഏകദേശം മനസ്സിലാക്കാൻ കഴിയും. അതിനൊന്നും അവസരം കൊടുക്കില്ല. പൈൽസ് വെച്ചുകൊണ്ട് ഇങ്ങനെ നടന്ന് അവസാനം പറ്റാതെ വരുമ്പോൾ നെപ്പോളിയൻ യുദ്ധം തന്നെ തോറ്റു എന്നാണ് കേട്ടത്. ബിക്കോസ് അയാളുടെ പൈൽസ് അയാൾക്ക് ചികിത്സിക്കാൻ പറ്റിയില്ല. അതുപോലെ നമ്മുടെ യുദ്ധവും ജീവിത യുദ്ധം തോറ്റുപോകും. അപ്പോൾ അതുകൊണ്ട് പൈൽസിൻ്റെ ചികിത്സ 95% ഓപ്പറേഷൻ കൂടാതെ ചെയ്യാൻ പറ്റും. പൈൽസിൻ്റെ ചികിത്സ ഒരു വേദനയുള്ള ചികിത്സയല്ല, നിസ്സാരമാണ്. ആശുപത്രി കിടത്താതെ തന്നെ ചികിത്സിക്കാൻ പറ്റും. അത് കഴിഞ്ഞ് അവർക്ക് ജോലിക്ക് തിരിച്ചു പോകാം. അതിന് വളരെ പ്രധാനമായിട്ട് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനൊക്കെ പലപ്പോഴും വേണ്ടി വരുമായിരിക്കും. അതും കൂടെ അവർ ഉൾക്കൊള്ളണം. അല്ലാതെ ചികിത്സ മാത്രം ചെയ്താൽ പോരാ. അങ്ങനെ എനിക്ക് തോന്നുന്നത് ഈ അസുഖങ്ങളെക്കുറിച്ചൊരു ബോധം എല്ലാവർക്കും വേണം. അത് പലരുടെ തെറ്റിദ്ധാരണകൾ തിരുത്തണം. എന്നാൽ ഇത് വളരെ സിമ്പിളായിട്ട് ചികിത്സിക്കാൻ കഴിയും. അപ്പോൾ നമ്മൾ ഒരുമാതിരി ഗ്യാസ്ട്രോയിൽ കാണുന്ന കോമൺ അസുഖങ്ങളെക്കുറിച്ചും അതിനെക്കുറിച്ചുള്ള അവയർനെസ്സൊക്കെ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾക്ക് എന്തെങ്കിലും ഇതൊരു മെസ്സേജ് ജനങ്ങൾക്ക് കൊടുക്കാനുണ്ടോ ഡോക്ടർ രമേശ്? എനിക്ക് തോന്നുന്നത് ജനങ്ങളോട് എനിക്ക് എപ്പോഴും നന്ദിയുണ്ട്. അവർ ഞാനൊരു വൈദ്യൻ എന്ന നിലയ്ക്ക് ഞാനൊരു ചികിത്സയ്ക്ക് പേഷ്യൻറ്റിനെ ചികിത്സിക്കാൻ തയ്യാറായപ്പോൾ ഈവൻ എൻ്റെ ചെറുപ്പകാലത്ത് തന്നെ ചെറിയ ചികിത്സകളും വലിയ ചികിത്സകൾക്കും വേണ്ടി പേഷ്യൻസ് എന്നോട് സമ്മതിച്ചു. എന്നിട്ട് എനിക്ക് എൻ്റെ അധ്വാനം അവരെ കാണിച്ചു കൊടുക്കാൻ ഒരു അവസരം തന്നു. അതെപ്പോഴും എനിക്ക് അവരോട് നന്ദിയുണ്ട്. അവരുടെ അടുത്ത് നിന്ന് ഒരുപാട് എനിക്ക് പാഠങ്ങൾ പഠിച്ചിട്ടുണ്ട്. എങ്ങനെ അവരോട് പെരുമാറണം, എങ്ങനെ അവരുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കണം. ഇന്ന് എല്ലാ രോഗികളും എൻ്റെ ഒ പിക്കകത്ത് കയറി വരുന്ന രോഗികൾക്ക് എല്ലാവർക്കും പിന്നാലൊരു കഥയുണ്ടെന്നുള്ളതാണ് എൻ്റെ വിചാരം. അതുകൊണ്ട് ഞാൻ സിനിമ കാണാൻ പോകാറില്ല. എൻ്റെ ജീവിതം തന്നെ ഇതിൻ്റെ ഒ പിയിൽ തന്നെ സിനിമയാണ്. ഓരോരോ രോഗി കണ്ടു കഴിഞ്ഞാൽ അവരുടെ സാമൂഹിക കുടുംബ അവസ്ഥ, ഒരു ചെറുപ്പക്കാരിക്ക് ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ അവരുടെ കുടുംബം തകർന്നു പോകുന്നു. അവിടെ പിന്നാലെ എല്ലാവർക്കും ഒരുപാട് വിഷമങ്ങൾ, അതിനകത്ത് ഒരുപാട് വഴക്കും ബഹളവും എല്ലാം വന്ന് ആകെ ഒരു ബുദ്ധിമുട്ടുള്ള സ്ഥിതിയാണ്. അപ്പോൾ എല്ലാം കൂടെ പരിഹരിക്കേണ്ടി വരുന്നു. നമുക്ക് രോഗം മാത്രം ചികിത്സിച്ചാൽ പോരാ. അപ്പോൾ മൊത്തമായിട്ട് അവരുടെ ഒരു ടോട്ടൽ കെയർ കൊടുത്താൽ മാത്രമേ നല്ല റിസൾട്ട് കിട്ടുള്ളൂ. ഡോക്ടറിൻ്റെ ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് രോഗികളാണ്. തീർച്ചയായിട്ടും. അപ്പോൾ അത് ഒരുപാട് ടെക്സ്റ്റ് ബുക്കുകൾ ഞാൻ പഠിച്ചു കഴിഞ്ഞു, ഇനിയും പഠിക്കാൻ ആഗ്രഹിക്കുന്നു. ഡോക്ടർ റോയ്, നിങ്ങൾക്ക് എന്താണ് നമ്മുടെ പേഷ്യൻസിന് വേണ്ടി കൊടുക്കാനുള്ള ഒരു സന്ദേശം? ഓരോ രോഗി കടന്നു വരുമ്പോഴും ഡോക്ടർ രമേശ് പറഞ്ഞ മാതിരി ഒരു കഥ, ഇതിന് പുറയിലൊരു കഥയുണ്ടാവും, അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവും. അപ്പം നമ്മൾ ഒരുപാട് അസുഖങ്ങൾ, ഈ സൈക്കോസൊമാറ്റിക് ഇൽനെസ് എന്ന് പറയും, അതായത് ഈ രോഗിയുടെ സിംറ്റം കേട്ട് കഴിഞ്ഞാൽ ശരിക്കും ഇദ്ദേഹത്തിന് കാര്യമായ പ്രോബ്ലം ഉണ്ടെന്ന്. പക്ഷേ നമ്മൾ അവരുടെ ഹിസ്റ്ററി അനലൈസ് ചെയ്ത് അല്ലെങ്കിൽ കുറച്ചുകൂടെ ഡീറ്റെയിലായി പോയി കഴിയുമ്പോൾ മനസ്സിലാവും ഇത് ഫങ്ഷണലാണ്, അല്ലെങ്കിൽ ഒരു സൈക്കോസൊമാറ്റിക് മനസ്സിൻ്റെ ഒരു. അതെ, അതാണ് ഏറ്റവും കൂടുതൽ നമ്മളിപ്പോൾ കാണുന്ന ഒരു പ്രോബ്ലം. അതായത് അവൻ്റെ മനസ്സിൽ ആദ്യം വരുന്ന ചിന്ത എനിക്ക് ക്യാൻസർ ആയിരിക്കാം. അതായത് ഇവന് ഗൂഗിളിൽ മുഴുവൻ സെർച്ച് ചെയ്യും. ഇങ്ങനെ ഒരു സിംറ്റംസ് ഉണ്ടെങ്കിൽ ആദ്യം ചെയ്യുന്നത് ഗൂഗിളിലേക്ക് പോകും. ഏറ്റവും ഭയങ്കരമായ ഒരു വിഡിത്തരമാണ് കാണിക്കുന്നത്. ഈ ഗൂഗിളിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ കാണാത്ത എല്ലാ അസുഖങ്ങളും, നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ കാണാത്ത അസുഖങ്ങൾ വരെ കത്തുക. അപ്പോൾ ആദ്യം വരുന്നത് എനിക്ക് ക്യാൻസർ ആയിരിക്കും. അപ്പോൾ പിന്നെ അവൻ അതിനെക്കുറിച്ച് റിലേറ്റ് ചെയ്യാൻ തുടങ്ങും. എൻ്റെ സിംറ്റംസ് എല്ലാം ക്യാൻസറിൻ്റെയാണ്. അപ്പോൾ അവൻ അതിനെക്കുറിച്ച് വറി അടിച്ച് ഇങ്ങനെ നടക്കും, പല ആശുപത്രികളിലും കയറി ഇറങ്ങി. ഇപ്പോൾ നമ്മളൊരു ടെസ്റ്റ് ചെയ്ത് അതെല്ലാം കാണിച്ചു കൊടുത്ത് ഇതിനകത്തൊന്നുമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും വേറൊരു ഹോസ്പിറ്റലിലേക്ക് അവൻ പോകും. കാരണം അവൻ്റെ മനസ്സിൽ ക്യാൻസറാണ് എന്നൊരു ചിന്തയാണ്. സോ അതാണ് ഏറ്റവും ഒരു ബുദ്ധിമുട്ട്. അങ്ങനെയുള്ള രോഗികൾക്ക് ശരിക്കും കൗൺസിലിംഗ് വേണം, അവർക്ക് റീഅസസ്മെൻറ്റ് വേണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ പറഞ്ഞു കേട്ടില്ലേ, അസുഖം നേരത്തെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നേരത്തെ ഡോക്ടറെ കാണുകയും അതിൻ്റെ ചികിത്സ തേടുകയും വേണം. ഇതൊക്കെ കോമൺ അസുഖങ്ങൾ പറഞ്ഞു. ആവശ്യമില്ലാത്ത ആളുകളുടെ ഉപദേശം കേട്ട് സമയം കളയരുത്. ചില അസുഖങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടെങ്കിൽ ക്യൂർ തന്നെയാവും. ചില സമയത്ത് നമുക്കൊന്ന് ക്യൂർ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സമയത്തിന് ഡോക്ടറെ കാണണം. ഗ്യാസ്ട്രോൻട്രോളജി എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഡൈജസ്റ്റീവ് ഡിസീസ് സയൻസാണ്, ദഹന പ്രക്രിയയുടെ ഒരു ശാസ്ത്രമാണ്. അപ്പോൾ ആൾക്കാർക്ക് കുറേ സംശയങ്ങളുണ്ട്. നമ്മൾ ഭക്ഷണം എങ്ങനെ കഴിച്ചാൽ ദഹിക്കും, അതിൽ കുറേ ഇഷ്ടം പോലെ മിത്തുള്ള ഒരു ഏരിയയാണ് ഭക്ഷണ രീതിയും ഭക്ഷണം കഴിക്കുന്നതും. നമുക്കറിയാം ഇന്ത്യയിൽ തന്നെ നോർത്ത് ഇന്ത്യൻ സൗത്ത് ഇന്ത്യ തന്നെ എല്ലാവരും ഭക്ഷണ രീതി വ്യത്യാസമുണ്ട്. എന്താണ് ഒരു നല്ലൊരു ഭക്ഷണ രീതി എന്ന് പറഞ്ഞാൽ?
ബാലൻസ്ഡ് ഡയറ്റ് എന്ന് വെച്ചാൽ പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്, എന്നിട്ട് മിനറൽസും വിറ്റമിൻസും ഉണ്ടാവണം. ഒരു വസ്തു മാത്രം കഴിച്ചാൽ അന്ന് ചിലപ്പോൾ നമുക്ക് ആ റിക്വയർമെൻറ്റ് കിട്ടില്ല. അപ്പോൾ അന്നത്തെ ദിവസം അല്ലെങ്കിൽ ഒരാഴ്ചയിൽ നോക്കുമ്പോഴെങ്കിലും എല്ലാം ഒരു റൗണ്ടഡ് ഇത് വേണം. അപ്പോൾ അതിനെക്കുറിച്ച് എല്ലാവരും ഒരു ന്യൂട്രീഷനിസ്റ്റ് ആയിരിക്കണം. അവർക്ക് സ്വാദുള്ള ഭക്ഷണം മാത്രമല്ല, പക്ഷേ പോഷകാംശമായിട്ടുള്ള ഭക്ഷണവും കഴിക്കണം എന്നുള്ളത് ഒരു വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. ഈ വെജിറ്റേറിയൻസിന് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് എന്തെങ്കിലും സപ്ലിമെൻ്റ് എടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, ചില വിറ്റമിൻസ് വെജിറ്റേറിയൻ ഫുഡിൽ ഇല്ല എന്നുള്ളതാണ്. പക്ഷേ അത് എന്തായാലും നമുക്കത് കവർ ചെയ്യാൻ പറ്റും. വീഗനിൽ കുറച്ചുകൂടെ പ്രോബ്ലംസ് ഉണ്ട്. പക്ഷേ എല്ലാം മൊത്തത്തിൽ കവർ ചെയ്യാം. നമുക്ക് ഒരുപാട് ഐറ്റംസ്, വോള്യൂംസ് ഓഫ് മിനറൽസ് ആൻഡ് വിറ്റമിൻസ് വേണ്ട. നമുക്ക് അത്യാവശ്യം മതി. അത് നമുക്ക് കവർ ചെയ്ത് കിട്ടാം. ഈ ഭക്ഷണം കഴിക്കുമ്പോൾ കൂടെ വെള്ളം കുടിക്കണോ, അത് മുമ്പ് കുടിക്കണോ, കൂടെ കുടിക്കണോ, ഭക്ഷണം കഴിഞ്ഞിട്ട് കുടിക്കണോ, ഏതാണ് അങ്ങനെ? കാരണവർ എപ്പോഴും പറഞ്ഞത് വെള്ളം കുടിക്കരുതെന്ന്, ഭക്ഷണത്തിൻ്റെ കൂടെ വെള്ളം കുടിക്കരുതെന്ന്. അത് ഞാനൊരു വളരെ അത് വിഡ്ഢിത്തനമാണെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ, നമ്മൾ കുടലിൻ്റെയും അന്നനാളത്തിൻ്റെയും ഓപ്പറേഷൻ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഒന്നും കൂടെ അവിടുത്തെ ബാലൻസ് ഡിസ്റ്റർബ് ചെയ്യുമ്പോൾ വളരെ പ്രധാനപ്പെട്ടൊരു വിഷയം ഭക്ഷണത്തിൻ്റെ കൂടെ വെള്ളം കുടിക്കരുത് എന്നുള്ളതാണ്. ഒരു കവൾ ചോറിട്ടു, പിന്നെ ഇച്ചിരി വെള്ളം കുടിച്ചു. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് കൂടുതൽ വയറ്റിൽ ഒരു വേർമതി തോന്നുന്നത്, അപ്പോഴാണ് ഒരു അസ്വസ്ഥത തോന്നുന്നത്. അപ്പോൾ അത് വലിയ ബൾക്കി മീലായി മാറിയിട്ട് ഡംപിങ് എന്ന് പറഞ്ഞൊരു സംഭവം. കുട്ടികളിപ്പോൾ നല്ല ശാപ്പാട് കഴിഞ്ഞിട്ട് പോയി ആഫ്റ്റർനൂൺ ക്ലാസ്സിലിരുന്ന് കഴിഞ്ഞാൽ എല്ലാം ഉറങ്ങിപ്പോകുന്ന, അത് ഡംപിങ് ആണ്. ഇത് സെയിം തിങ് ഹാപ്പൻസ് ഇൻ ദ മൂവി തിയേറ്റർ. വെരി ഓഫൺ ആഫ്റ്റർ ദി ഇൻ്റർവെൽ യു ഫർഗെറ്റ് അബൌട്ട് ദ മൂവി. ഇതെല്ലാം ഡംപിങ്. ആ ഡംപിങ് ഒഴിവാക്കാൻ കംപ്ലീറ്റ് പറ്റും. ഡ്രൈ മീൽസ് കഴിക്കുക, ഫ്ലൂയിഡ്സ് ബിറ്റ്വീൻ മീൽസ്, അതാണ് ഏറ്റവും ഉചിതം. ഓക്കെ ഡോക്ടർ റോയ്, ഈ ഭക്ഷണത്തിന് പ്രത്യേകിച്ച് സമയമുണ്ട്? ഒരു ദിവസം ഒരു 3 നേരം തന്നെ ഭക്ഷണം കഴിക്കണോ, പല ടൈമിൽ കഴിക്കണോ? അവസാനമായിട്ട് എപ്പോഴാണ് ഒരു ദിവസത്തെ അത്താഴം കഴിക്കേണ്ടത്? അല്ലെങ്കിൽ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എന്താണ്? ഇതിനെക്കുറിച്ചൊന്ന് സിമ്പിളായിട്ടൊന്ന് പറഞ്ഞു തരിക. ഒരു കാര്യം ക്ലിയർ ആയിട്ട് പറയാം. ഭക്ഷണം, വൈകുന്നേരത്തെ ഭക്ഷണം, അത് ഡിന്നർ ടൈം എപ്പോഴും ഏർലി ആയിരിക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ഏർലി ഡിന്നർ ഇസ് മസ്റ്റ്. നമ്മൾ കിടക്കാൻ നേരം ഉള്ള ഭക്ഷണം എല്ലാം കൂടെ വയറ് നിറച്ച് കഴിച്ചിട്ട് കിടന്നു കഴിഞ്ഞാൽ അതൊട്ടും അത് ദഹനപ്രക്രിയയും അതുപോലെ തന്നെ ആസിഡിറ്റി, ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാക്കും. അപ്പോൾ ഏർലി ഡിന്നർ ഇസ് അഡ്വൈസബിൾ. അതുപോലെ തന്നെ ഈ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ഞാനതിന് എഗൻസ്റ്റാണ്. ഒരു ഏർലി ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് ഞാൻ സാധാരണ ചെയ്യാറുള്ളത്. അപ്പം പിന്നെ ഈ എപ്പോഴും നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിലൊരു ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ എപ്പോഴും നമ്മൾ ഈ എന്തെങ്കിലും നമ്മൾ കോമൺ ആയിട്ട് അവൈലബിൾ ഉള്ള ഫ്രൂട്ട്സ്, ഇറ്റ്സ് നോട്ട് എനി അങ്ങനൊന്നുമില്ല, കോമൺ അവൈലബിൾ ഫ്രൂട്ട്സ് എപ്പോഴും നമ്മൾ ഇൻവോൾവ് ചെയ്യിക്കണം ഈ ഭക്ഷണത്തിൻ്റെ കൂടെ. അതുപോലെ നട്ട്സ് ആണെങ്കിൽ പോലും, ഈവൻ കപ്പലണ്ടി ആണെങ്കിൽ പോലും ഇറ്റ്സ് എ ഗുഡ് പ്രോട്ടീൻ ആൻഡ് ഒരുപാട് ഗുണങ്ങളുള്ള സാധനമാണ്. അപ്പം നട്ട്സും ഫ്രൂട്ട്സ്. ഇറിറ്റബിൾ ബൗൾ സിൻഡ്രോം എന്ന് പറഞ്ഞ അസുഖം ഉണ്ടല്ലോ, എല്ലാവർക്കും ഇറിറ്റേഷൻ വരുന്നത്. അതിലിങ്ങനെ ഈ ഫോഡ് മാപ്പ് ഡയറ്റ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതിന് ഏതെങ്കിലും എന്തൊക്കെയാണ് ഭക്ഷണം അവോയ്ഡ് ചെയ്യേണ്ടത്, ഇങ്ങനെ അങ്ങനെ വല്ലതും അറിയോ? അത് ഈ ഭക്ഷണം അവോയ്ഡ് ചെയ്യേണ്ടത്, ചില ഭക്ഷണങ്ങൾ നമ്മൾക്ക് പറ്റില്ല, അത് നമ്മൾ കണ്ടുപിടിക്കണം. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്കറിയാം. പക്ഷേ നമ്മൾ ഈ ദ്രവിഡിയൻ റേസ് ആയതുകൊണ്ട് കുറച്ച് ഈ മിൽക്ക് ഇൻടോളറൻസ് ഉണ്ടാകും. അത് വളരെ കോമൺ ആണ്. അപ്പോൾ ഈ മിൽക്ക് ഇൻടോളറൻസ് എപ്പോഴും ഒരു പ്രോബ്ലമാണ്. ചില ആൾക്കാർക്ക് പാല്, അപ്പോൾ നമ്മൾ അങ്ങനെയുള്ളവരോട് മിൽക്ക് അവോയ്ഡ് ചെയ്യാൻ പറയും. പിന്നൊന്ന് ഗ്ലൂട്ടനാണ് ഇപ്പോഴത്തെ ഒരു സെൻസിറ്റീവ്. ഗ്ലൂട്ടൻ ഈ അരിയാഹാരം കഴിക്കുന്ന മലയാളികൾക്ക് ഗ്ലൂട്ടന് പ്രശ്നമാണ്? ഇല്ല, പക്ഷേ പുറത്തുനിന്ന് ആൾക്കാർ വരാറുണ്ട്. അപ്പോൾ ഈ ചപ്പാത്തി ഒരു സ്റ്റേപ്പിൾ ഡയറ്റ് ആയതുകൊണ്ട് അങ്ങനെയുള്ളവർക്ക് ചില ആൾക്കാർക്ക് ബുദ്ധിമുട്ട്. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യുമ്പോൾ നമുക്കറിയാം അതിനുള്ള ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ വീട്ടിൽ കാണുന്ന പ്രോട്ടീനാണ് അല്ലേ? അതെ. അപ്പം ഗോതമ്പ്. അപ്പോൾ നമ്മളത് അവോയ്ഡ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ സിംറ്റംസ് കുറയും. അങ്ങനെയുള്ളവർക്ക് ഇറ്റ്സ് ഗുഡ്, ലെറ്റ് ദം ഡു ഇറ്റ് എന്ന് പറയും. അല്ലാതെ ഇപ്പോൾ വൈകിട്ട് എല്ലാ മലയാളികൾക്കും ഒരു ചപ്പാത്തി, അത്താഴം ചപ്പാത്തിയിലെ ഒരു സിസ്റ്റമായി കഴിഞ്ഞു. താങ്ക് യു വെരി മച്ച് ഡോക്ടർ രമേശ് ആൻഡ് ഡോക്ടർ റോയ്. ഈ സിമ്പിളായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയത്. താങ്ക് യു ഫോർ ദ ഓപ്പർച്യൂണിറ്റി.